ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1-ലെ പാർട്ടിക്കിൾ ഡൈനാമിക്സിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ PSC എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാം ചോദ്യം നോക്കൂ. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്രവേഗം 0 ത്വരണവും 0 അത് വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സലറേഷനും 0 ആണെന്ന് പറയുന്നത്. അത് ശരിയാണോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 അത് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ആക്സലറേഷൻ 0 ആണെന്ന് പറയുന്നത്. അതെന്താണ്, ശരിയാണോ? തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇതെന്താണ്, പറയൂ. അത് ഈ വർഷം നടന്ന എക്സാം ആണ്. ഏതാണ് ശരി? ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നോക്കൂ. പ്രവേഗം 0 ത്വരണവും 0 V0 ആണെങ്കിൽ A0 ആണെന്ന് പറയുന്നത്. അത് ശരിയാണോ? നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അത് പൊതുവെ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്. ആണല്ലോ. അപ്പൊ പിന്നെ വെലോസിറ്റി 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആക്സലറേഷൻ ഉണ്ടോ? ആക്സലറേഷൻ 0 തന്നെയാണ് വരിക, അല്ലേ? പക്ഷെ ഇങ്ങനെ അല്ലാത്ത ഒരു കേസ് കൂടെ ഉണ്ട്. നമ്മൾ ഇത് നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തെറ്റിപ്പോരുത്. അതായത് നമ്മളിപ്പോ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ. അപ്പൊ മുകളിലേക്ക് എറിഞ്ഞ് അതിന്റെ വേഗത മുകളിലേക്ക് എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. കുറഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ സമയത്ത് വെലോസിറ്റി എന്താണ്? 0 ആണ്, അല്ലേ? നമ്മൾ കല്ല് മുകളിലേക്ക് എറിഞ്ഞു, സ്വാഭാവികമായിട്ടും ഒരു ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്തായി? കുറഞ്ഞ് 0 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരും, അല്ലേ? അപ്പൊ ഈ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണെങ്കിലും പക്ഷേ അവിടെ ആക്സലറേഷൻ ഇല്ലേ? എന്തായിട്ട് വരും? ഇല്ല, അവിടെ 9.8 ഉണ്ടല്ലോ, ഇല്ലേ? അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കേസിൽ എന്താണ്? V0 ആണ്, പക്ഷേ എന്തല്ല? 0 അല്ല. അവിടെ എന്തുണ്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ A0 ആണ്. ഈ കേസിൽ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ ആ മാക്സിമം ഹൈറ്റിൽ V0 ആണെങ്കിലും അവിടെ ആക്സലറേഷൻ എന്താണ്? 0 ആണ്. അവിടെ ആക്സലറേഷൻ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മളോട് ശരിയാണ് ചോദിച്ചത്. അത് മനസ്സിലായല്ലോ? അത് എല്ലാവരും തെറ്റിക്കുന്ന ചോദ്യമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എന്താ? വെലോസിറ്റി 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? ആക്സലറേഷൻ 0 ആണല്ലോ എന്ന് ഒരു കോമൺ രീതിയിൽ ചിന്തിക്കും. പക്ഷെ അത് ശരിയാണെങ്കിലും പക്ഷെ അല്ലാത്തൊരു കേസാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഒന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കൂ. യൂണിഫോം വെലോസിറ്റി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ത്വരണം 0 നമുക്കറിയാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ΔV/ΔT അല്ലെങ്കിൽ TV/T ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു യൂണിഫോം വെലോസിറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണ്? അവിടുത്തെ ചേഞ്ച് എന്താണ് വരിക? അത് സെയിം ഒരേ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുക, അല്ലെ? അതാണ് യൂണിഫോം വെലോസിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ΔV അല്ലെങ്കിൽ ചേഞ്ചിന് വെലോസിറ്റി എന്താണ് വരിക? അത് 0 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് പറയാം എന്താ? ഒരു യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ ΔV എന്താണ്? 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആക്സലറേഷൻ എന്താണ്? 0 ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് തെറ്റുമാണ്. അപ്പൊ ഒന്ന് തെറ്റാണെങ്കിൽ നമുക്ക് A കട്ട് ചെയ്ത് കളയാം, പിന്നെ D കട്ട് ചെയ്ത് കളയാം. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ്. അതും ശരിയാണോ? അത് നമ്മൾ ഒരു ട്രിക്കി ചോദ്യമാണ്, അല്ലേ? അതായത് ഇപ്പൊ സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കൂ. ഇത് 10 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് ഡിസ്റ്റൻസ് 10 തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റും എന്ത് തന്നെയാണ്? 10 ആണ് വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഇവിടെ തൊട്ട് ഇവിടം വരെ 10 മീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടം വരെ എത്തുമ്പോൾ അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയിപ്പോ നോക്കുക, ഇപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ഇനി ബിയിൽ നിന്ന്
തിരിച്ച് എയിലോട്ട് തന്നെ വന്നു വിചാരിക്കുക. എന്നാലും ഇത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണല്ലോ മൂവ് ചെയ്യുന്നത്. നമുക്കിവിടെ എത്ര വാല്യൂ അല്ലെങ്കിൽ മുന്നോട്ടാണോ പിന്നോട്ടാണോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഈ ഒരു കേസ് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലോട്ട് പോയി പിന്നെ തിരിച്ച് എയിലോട്ട് എത്തുമ്പോൾ ഈ കേസിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ് വരിക? എയിൽ നിന്ന് ബിയിലോട്ട് പോയി പിന്നെ തിരിച്ച് എയിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 20 ഡിസ്റ്റൻസ് വരിക അല്ലെ? ഇങ്ങോട്ട് 10 ഇങ്ങോട്ട് 10. പക്ഷെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് വരിക? അല്ലെങ്കിൽ ഇവിടുത്തെ എസിന്റെ വാല്യൂ എന്താണ് വരിക? ഡിസ്പ്ലേസ്മെന്റ് എസ് എത്ര വരും? അത് 0 ആണ് വരിക അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് 20 വരുമെങ്കിൽ ഡിസ്റ്റൻസ് 20 ആണെങ്കിൽ പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പക്ഷെ സെയിം അല്ലല്ലോ. അപ്പോൾ ഈ കേസിൽ ഇതെന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? നോക്കാം. ഇവിടെ ഒരു ബോഡിയെ ആദ്യം ഭൂമിയുടെ സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇങ്ങോട്ട് ആദ്യം കൊണ്ടുവന്നു. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. അത് കഴിഞ്ഞെന്ത്? ഭൂമിയുടെ സർഫസിലേക്ക്. ഓക്കെ, അതായത് നമ്മുടെ ഭൂമി, ചന്ദ്രൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞ എന്താ? ഭൂമിയുടെ സെന്ററത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഭൂമിയുടെ സെന്റർ ആണ് വിചാരിക്കുക. അപ്പൊ ഈ കേസിൽ എന്താണ് വരിക? ഇവിടെ ഒരു കാര്യം എന്താ? ഇവിടെ മാസാണ്, തെറ്റിപ്പോരുത്. ഒരു വസ്തുവിന്റെ മാസ് അത് എവിടെയാണെങ്കിലും അതിന് ചേഞ്ച് ഉണ്ടാവോ? ഇല്ലല്ലോ. ഉണ്ടാവോ? ഇല്ല. അതായത് വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം എന്താണ്? വെയിറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg ആണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ജിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഡബ്ല്യു മാറും, വെയിറ്റ് മാറും. പക്ഷെ മാസ് എന്താണ്? അത് ഭൂമിയിലാണെങ്കിലും ചൊവ്വയിലാവട്ടെ എവിടെയാണെങ്കിലും മാസ് എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇത് പറയുന്നത് എന്താ? ഭൂമിയുടെ സെന്റർ. ഇവിടെ ഭൂമിയുടെ സെന്റർ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മാസം തന്നെയാണ് വരിക. ഇവിടുത്തെ മാസ് എന്താണ്? അത് 6 കിലോഗ്രാം തന്നെയാണ് അല്ലേ? ഇനി ഭൂമിയുടെ സർഫസിൽ എത്ര വരും? ഭൂമിയുടെ സർഫസിലാണെങ്കിലും 6 കിലോഗ്രാം തന്നെയാണ്. അത് ചന്ദ്രനിലോട്ട് പോവുകയാണെങ്കിലും ചന്ദ്രനിൽ മാസ് നോക്കുകയാണെങ്കിലും എത്രയാണ്? ഇതിന്റെ ഇതേ ഇപ്പൊ ഇമ്മ ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭൂമിയുടെ സെന്ററിലാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താ? ജിന്റെ വാല്യൂ 0 ആണ് അല്ലേ? ജി 0 ആയതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റ് എന്താണ് വരിക? ഭൂമിയുടെ സെന്ററിൽ 0 ആണ് വരിക അല്ലേ? ഇനി മാക്സിമം വാല്യൂ വരുന്നത് എന്താ? ഭൂമിയുടെ സർഫസിലാണ് വരിക. പിന്നെ ഇനി ചന്ദ്രനിലാണ് നമ്മൾ വെയിറ്റ് അളക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും വ്യത്യാസം? നമുക്കറിയാം ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ് വരുന്നത്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണല്ലോ. അതേസമയം ചന്ദ്രന്റെ ആണെങ്കിലോ? ചന്ദ്രനിൽ വരുന്നത് 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരുന്നത് ജിയുടെ വാല്യൂ. മൂണിലെ എർത്തില് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സ്വാഭാവികമായിട്ടും അവിടെ വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ കുറവുണ്ടാവില്ലേ? കുറവുണ്ടാവും. അതായത് നമുക്കറിയാം ഭൂമിയുടെ അപേക്ഷിച്ച് ചന്ദ്രനില് ഏകദേശം 1/6 മാത്രമേ എന്ത് വരുന്നുള്ളൂ? ജിന്റെ വാല്യൂ വരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂമിയിൽ 100 വെയിറ്റ് ഉള്ള ഒരാൾക്ക് ചന്ദ്രനിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? ഈ 100ന്റെ 1/6 മാത്രമേ ചന്ദ്രനിൽ മെഷർമെന്റ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 60 ആണ് ഒരാളുടെ വെയിറ്റ് എങ്കിൽ, വെയിറ്റ് മാസല്ല പറയുന്നത്, വെയിറ്റ് പറയുന്നത് ഭൂമിയിൽ 60 ആണെങ്കിൽ അത് ചന്ദ്രനിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ 10 ന്യൂട്ടൺ ആയിരിക്കും വെയിറ്റ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അതേസമയം മാസ് എന്താ സംഭവിക്കുക? മാസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എല്ലായിടത്തും എന്താണ്? ആ സെയിം വാല്യൂ തന്നെയാണ് വരിക അല്ലേ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്.
അടുത്തത് നോക്കൂ. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര? നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി E ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയാണ്. നമുക്കറിയുന്ന കാര്യമാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ദി സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അല്ലേ? ഇവിടെ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണപ്പോൾ പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എത്ര? E തന്നിട്ടുണ്ട്. ഇനി കൈനറ്റിക് എനർജിന്റെ വാല്യൂ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഈ ടോട്ടൽ എനർജി കിട്ടണം. അപ്പൊ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ഗതികോർജം മൈനസ് ഇ, കൈനറ്റിക് എനർജി മൈനസ് ഇ തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഊർജം E/2 എന്നാണ് തരുന്നത്. അത് ശരിയാണോ? നമുക്കിവിടെ E തന്നിക്കണ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി മൈനസ് E ആണെങ്കിൽ അവിടെ പിന്നെ എന്താ വരിക? ടോട്ടൽ 0 അല്ലേ വരിക? ഇത് തെറ്റല്ലേ? അപ്പം A എന്തായാലും അല്ല. ഇനി B ആണോ നോക്കൂ. B നോക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി E ആണ്, കൈനറ്റിക് എനർജി മൈനസ് E/2 എന്നാണ് തന്നിട്ടുള്ളത്. അത് നോക്കാം. ടോട്ടൽ എനർജി കണ്ടു നോക്കൂ. ഇയിൽ നിന്ന് E/2 കുറച്ചാൽ E/2 ആണ് ആൻസർ വരിക. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ? പിന്നെ ബാക്കി നിങ്ങൾ നോക്കുക, അതൊന്നും കറക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇല്ലല്ലോ. അടുത്തത് നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? എനർജിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ചോദ്യമാണ്. എനർജി എ ആണോ? എ എന്താണ്? കിലോ വാട്ട് അവർ. നമ്മൾ ഇലക്ട്രിക്കൽ എനർജിക്ക് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ? കിലോ വാട്ട് അവർ. ഇത് എനർജിയുടെ യൂണിറ്റ് ആണോ? ആണ് അല്ലേ? കിലോ വാട്ട് അവർ എനർജിയുടെ യൂണിറ്റ് ആണ്. ദെൻ എർഗ് യൂണിറ്റ് ആണ്, എനർജിയുടെ യൂണിറ്റ് ആണ്. പിന്നെ ജൂൾ പെർ സെക്കൻഡ്, ഇതെന്താ അവസ്ഥ? നമുക്കറിയാം എനർജിയുടെ ഒരു യൂണിറ്റ് ആണ് എന്ത്? ജൂൾ സെക്കൻഡ് എനർജിയുടെ യൂണിറ്റ് ആണ് അല്ലേ? പക്ഷെ ജൂൾ പെർ സെക്കൻഡ് യൂണിറ്റ് ആണോ? അല്ല. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? തെറ്റായിട്ടുള്ളത് ജസ്റ്റ് സെക്കൻഡ്. എനർജിയുടെ യൂണിറ്റ് ജൂൾ സെക്കൻഡ് അല്ല, ജൂള് എനർജിയുടെ യൂണിറ്റ് ആണല്ലോ. ഓക്കെ. ഇവിടെ ഇപ്പൊ ജൂൾ പെർ സെക്കൻഡ് പറഞ്ഞ പിന്നെ എനർജിയുടെ യൂണിറ്റ് ആവില്ലല്ലോ. പിന്നെ അടുത്ത തേർഡ് ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് യൂണിറ്റ് ആണോ? യെസ്, അത് യൂണിറ്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത്, ഊർജത്തിന് യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കുക. ജൂൾ എനർജിയുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ജൂൾ പറയാം, പിന്നെ ഇത് ഈ പറയാത്ത കാലറി യൂണിറ്റ് ആണ്, ദെൻ എർഗ് യൂണിറ്റ് ആണ്, പിന്നെ കിലോ വാട്ട് അവർ യൂണിറ്റ് ആണ്, ദെൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. ഇത് കിട്ടിയത് ലാസ്റ്റത്തെ കിട്ടിയത് എങ്ങനെ അറിയില്ലേ? നമ്മൾ എന്ത് ചെയ്യാ? ഇത് ഇപ്പോ പറയുകയാണെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, അത് വന്നത് എങ്ങനെ വെച്ചാല് നമുക്കിപ്പോ എനർജിക്ക് എന്താ പറയാ, എഫ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇല്ലേ? വർക്കും തന്നെയാണ്, എനർജി ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എഫ് ഇൻറ്റു ഡി എന്ന് കൊടുക്കാം. അപ്പൊ അതിൽ നിന്ന് തന്നെ എഫിന്റെ എന്താ, എഫ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എ ആണ്. അപ്പൊ മാസിൻ്റെത് കിലോഗ്രാം, ആക്സലറേഷൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? പിന്നെ വീണ്ടും ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതിന്റെ എന്താണ് വരിക? മീറ്റർ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. അടുത്ത് നോക്കൂ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? വർക്കിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നോക്കൂ. ഓപ്ഷൻ എ എന്താ? ന്യൂട്ടൺ. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് ഒക്കെ ആയിട്ട് ന്യൂട്ടൺ പറയാം. ദെൻ പാസ്കല് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പിന്നെ മീറ്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ ജൂൾ ആണ് എന്ത്? വർക്ക് അല്ലേ? വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂള്.
അടുത്ത് നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്, തെറ്റായതാണ് നമുക്ക് വേണ്ടത്. നോക്കാം. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് തന്നെയല്ലേ? യെസ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ മാറ്ററിന്റെ അളവ് തന്നെയാണ് എന്ത്? മാസ്. അപ്പോൾ ഒന്നാമത്തെ കറക്റ്റ് ആണ്, നമുക്ക് തെറ്റാ വേണ്ടത്. നോക്കാം. കോമൺ ബാലൻസ് ഉപയോഗിച്ചാണ് ഇത് മാസ് അളക്കുന്നത്. ശരിയല്ലേ? സാധാ ത്രാസ് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മാസ് അളക്കുന്നത്. ശരിയാണ്. അടുത്തത്, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. അത് തെറ്റല്ലേ? തെറ്റാണ്, കാരണം വെയിറ്റ് ആണ് സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ നോക്കൂ. യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം അല്ലേ? കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ്. അതേസമയം ഇവിടെ കൊടുത്ത ന്യൂട്ടണ് ആരെ യൂണിറ്റാ? ന്യൂട്ടണ് വെയിറ്റിന്റെ യൂണിറ്റ് ആണ് അല്ലേ? അപ്പോ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 3, 4 ആണ് തെറ്റ്. അപ്പൊ ഏത് ഓപ്ഷനാ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വെയിറ്റിൻ്റെത് ആണ് ന്യൂട്ടൺ വരുന്നത്. പിന്നെ കോമൺ ബാലൻസ് വെച്ചിട്ട് മാസ് അളക്കുന്നു, സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് വെയിറ്റ് ആണ് അളക്കുന്നത്. പിന്നെ മാസ് എന്താണ്? എല്ലാ സ്ഥലത്തും അത് കോൺസ്റ്റന്റ് ആണ്. നമ്മളിവിടെ റിലേറ്റിവിറ്റിന്റെ കാര്യം കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. അടുത്തത് നോക്കൂ. ഒരു പ്രോബ്ലം ആണ്, നോക്കാം. എ മാൻ walks on a straight road from his home to a market 2.5 kilometer away with a speed of 5 kilometer per hour. Finding the market closed, he instantly turns and walks back home with a speed of 7.5 kilometer per hour. What is the average speed? നമുക്ക് ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? ഒരാള് ഒരു സ്ട്രൈറ്റ് റോഡിലൂടെ പോവുകയാണ്. അതിന്റെ ദൂരം എത്രയാ? 2.5 കിലോമീറ്റർ ആണ് ദൂരം. ഓക്കെ. അപ്പൊ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് ഇപ്പൊ എയിൽ നിന്ന് ബി എന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ ആണ്. ദെൻ അങ്ങോട്ട് പോയ സ്പീഡ് വരുന്നത് 5 കിലോമീറ്റർ പെർ അവർ സ്പീഡിലും, തിരിച്ച് വരുന്നത് തിരിച്ച് ഇതേ പാത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് തിരിച്ച് വന്ന ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ച ദൂരം തന്നെയാണ് 2.5 തന്നെയാണ് വരിക. ആ തിരിച്ചു വന്ന സ്പീഡ് 7.5 കിലോമീറ്റർ പെർ അവറുമാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞത്. അത് നമുക്ക് അറിയാം. ഇവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ സെയിം ആണല്ലോ. സോറി, ഡിസ്റ്റൻസ് സെയിം ആണല്ലോ അല്ല? അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ എന്താ ചെയ്യാ? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് എങ്ങനെ കാണാം? വി ആവറേജ് ഈക്വൽ ടു 2 into V1 V2 divided by V1 plus V2 അല്ലേ? ഇതാണ് ആവറേജ് സ്പീഡ്. 2 V1 V2 by V1 plus V2. ഇതിൽ V1 പറഞ്ഞാൽ അങ്ങോട്ട് പോയ എയിൽ നിന്ന് ബിയിലോട്ട് പോയ സ്പീഡാണെങ്കിൽ V2 പറഞ്ഞാൽ തിരിച്ചു വന്ന സ്പീഡ് അല്ലേ? അത് നമുക്ക് ഇവിടുത്തെ വി ആവറേജ് കണ്ടു നോക്കാം. അപ്പൊ 2 V1 എത്രയാണ്? 5 ആണ്. ഓക്കെ. V1 into V2 7.5 divided by V1 plus V2. അപ്പൊ 2.5 അല്ലല്ലോ, 5 ആണ്. 5 പ്ലസ് 7.5 അല്ലേ? അപ്പൊ 2 V1 V2 by V1 plus V2. ഇത് ചെയ്യുമ്പോൾ മുകളിൽ 2 into 5 10, 10 into 5 എത്ര വരും? മുകളിൽ 75 വരും. താഴത്ത് 5 plus 7.5 12 വരും അല്ലേ? അപ്പം 75 by 12.5 എന്നാണ് വരിക. ആണല്ലോ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 75 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? യെസ്, 6 കിലോമീറ്റർ പെർ അവർ ആണ് കിട്ടുന്നത്. ഇവിടെ പിന്നെ കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട, കാരണം എന്താ? അവിടെ ഓപ്ഷൻ തന്നതൊക്കെ എന്ത് തന്നെയാണ്? കിലോമീറ്റർ പെർ അവർ തന്നെയാണ് തന്നത്. ഈ സെക്കൻഡിലേക്ക് ആണെങ്കിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ വരുന്നത്, ഇവിടുത്തെ ആവറേജ് സ്പീഡ് 6 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി ഇതല്ലാതെ വേറെ നോർമലി ഇത് ചെയ്യട്ടോ. അതായത് ആവറേജ് സ്പീഡ് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അത് വെച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ചെയ്താലും കിട്ടും, പക്ഷെ കുറച്ച് ലെങ്തി ആണ്. ഞങ്ങളിപ്പോൾ ഈക്വേഷൻ യൂസ് ചെയ്താൽ സിമ്പിളായി ചെയ്യാം.
അടുത്തത് നോക്കൂ. എ ബോൾ ഈസ് being rotated in a circle of radius 5 meter with a constant tangential velocity of 20 meter per second. A stone is also being rotated in a circle of radius 4 meter with a constant tangential velocity of 60 meter per second. Which one of the following choices is true about both the circular motion? ഇവിടെ പറഞ്ഞത് ഒരു ബോള് 5 മീറ്റർ റേഡിയസിൽ നമ്മൾ എന്താണ് കറക്കാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ഒരു ബോള് നമ്മൾ കറക്കുന്നു. ഇവിടുത്തെ റേഡിയസ് വരുന്നത് 5 മീറ്റർ ആണ്. അതുപോലെ ഈ കറക്കുന്ന ഇതിന്റെ സ്പീഡ് വരുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി വരുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി രണ്ടാമതൊരു ഒരു കല്ല് നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ കല്ല് റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസ് വരുന്നത് 4 മീറ്റർ റേഡിയസിലാണ് വരുന്നത്. അപ്പൊ ഓക്കെ, ഇത് 4 മീറ്റർ അസ്യൂം ചെയ്യാം. 4 മീറ്റർ ആണ്. ഇവിടുത്തെ വെലോസിറ്റി വരുന്നത് എത്രയാണ്? ഇവിടുത്തെ വെലോസിറ്റി വരുന്നത് 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ബോത്ത് ഹാവ് സെയിം ആംഗുലർ വെലോസിറ്റി. അത് നമുക്ക് ഇവിടെ ആംഗുലർ വെലോസിറ്റി ആണ് വേണ്ടത്, ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ എങ്ങനെ കാണാം? ആംഗുലർ വെലോസിറ്റി, ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റിയും ഒമേഗ തമ്മിലുള്ള റിലേഷൻ എന്താ? നമുക്കറിയാം, ടാൻജൻഷ്യൽ വെലോസിറ്റി v is equal to എന്താണ്? r ഒമേഗയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഒമേഗ ഈക്വൽ ടു v/r ആണല്ലോ. അപ്പൊ ഈ രണ്ട് കേസിൽ നമുക്ക് ഒമേഗ കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് കേസിൽ എന്താണ് വരിക? ഫസ്റ്റ് കേസിൽ ഒമേഗ സ്റ്റോണിന്റെ ആംഗുലർ വെലോസിറ്റി പറഞ്ഞാൽ വരുന്നത് എത്രയാ? അവിടുത്തെ വെലോസിറ്റി 4 പറഞ്ഞാൽ 4 കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയത് എന്താ? ഇവിടെ ടാൻജൻഷ്യൽ വെലോസിറ്റി, ഇവിടുത്തെ ബോളിന്റെ ആംഗുലർ വെലോസിറ്റിയും അതുപോലെ സ്റ്റോണിന്റെ ആംഗുലർ വെലോസിറ്റിയും എന്താണ്? സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ പറയാം, ബോത്ത് ഹാവ് സെയിം ആംഗുലർ വെലോസിറ്റി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അത് സിമ്പിൾ ആണ്. ഇവിടെ ആകെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്താണ്? v ഈക്വൽ ടു ആർ ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു v/r എന്നൂടെ ഓർത്ത് വെക്കുക. എന്താണെങ്കിലും ഇവിടെ ആംഗുലാർ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന എന്താ? റേഡിയസും വെലോസിറ്റി തന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത നോക്കൂ. എ ഫോഴ്സ് F ഈക്വൽ ടു AI പ്ലസ് 3J പ്ലസ് 6K is acting at a point R equal to 2I minus 6J minus 12K. The value of A for which the angular momentum about the origin is conserved. ഇവിടെ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫോഴ്സിന്റെ വെക്ടർ തന്നിട്ടുണ്ട്, അതുപോലെ അവിടുത്തെ ഡിസ്റ്റൻസിന്റെ ആറും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കറിയാം, L 0 അല്ല കേട്ടോ, L കൺസർവ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ? L കൺസർവ്ഡ് ആണ്. L കൺസർവ്ഡ് ആയ സമയത്ത് നമുക്കറിയാം ടോർക്കിന്റെ വാല്യൂ 0 ആയാലും അല്ലെ, ടോ ആണ് 0 വരെ, L കൺസർവ്ഡ് ആണ് സമയത്ത് ആണല്ലോ. അപ്പൊ ടോ 0 പറഞ്ഞ ടോയുടെ ഇക്വേഷൻ എന്താ? ടോ നമുക്കറിയാം, ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. വെക്ടർ ആർ ക്രോസ് എഫ് ആണ് എന്ത്? ടോർക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഈ ടോർക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ ആർ ക്രോസ് എഫ് കണ്ടിട്ട് അല്ലെങ്കിൽ അത് 0 ആണെങ്കിലാണ് അവിടെ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആർ ക്രോസ് എഫ് കാണുക, അത് ഈക്വൽ ടു 0 ആണല്ലോ, ഇവിടെ കൺസിഡർഡ് ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 0 ആണ് വരിക. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ആർ ക്രോസ് എഫ് കാണണം.
ആർ ക്രോസ് എഫ് എങ്ങനെ കാണും? നമുക്കറിയുന്നതാണ് IJK, പിന്നെ ആറിന്റെ വെക്ടേഴ്സ് എഴുതുക. ആറിന്റെ ഫസ്റ്റ് ഏതാണ്? 6 വരുന്നത് ഫസ്റ്റ് 2 -6 -12. ദെൻ എഫിന്റെ വരുന്നത് A3 6 ആണല്ലോ. ഇതിൽ നിന്ന് ആർ ക്രോസ് എഫ് കണ്ടുപിടിച്ച് നോക്കൂ, എത്രയാണ് വരിക? I ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ -6 × -6 -36, ദെൻ 3 ഇൻറ്റു -12, അപ്പോൾ -36 എന്ന് വരും. അപ്പോൾ -36 ആണ്, +36 ആണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഐയുടെ കമ്പോണന്റ് എന്താണ്? ഐയുടെ കമ്പോണന്റ് 0 ആയി വരുന്നുണ്ട്. ഓക്കെ, ഇത് 0 ആയി വരുന്നുണ്ട്. നോക്കാം, ഇനി ജെയുടെ നോക്കാം. ജെ എന്ത് വരും? ജെയുടെ നമുക്കറിയാം അടുത്തത് ചെയ്യുമ്പോൾ -j ഇൻറ്റു 6 × 2 12, 12 -12a -12a. അപ്പൊ ഇത് മൈനസ് ആകുമ്പോൾ അവിടെ പ്ലസ് ആയിട്ട് മാറും. അപ്പൊ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? -j ഇൻറ്റു 12 + 12a. അപ്പൊ ഈ ടൈം എന്തായി മാറണം? 0 ആയി മാറണമല്ലോ. നമുക്ക് തേർഡ് കെയുടെ കൂടെ നോക്കാം. എന്തായാലും ഈ ടൈം എന്ത് 0 ആയിട്ട് മാറാം. അത് 0 ആകണമെങ്കിൽ ഇവിടെ എന്റെ വാല്യൂ എത്രയായി മാറണം? ഇത് 0 ആണെങ്കിൽ എയുടെ വാല്യൂ -1 വന്നാലല്ലേ അത് ശരിയാവുള്ളൂ, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ തന്നെ ആൻസർ കിട്ടും. എയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. നമുക്ക് എന്തായാലും സിയുടെ അത് കെയുടെ കൂടെ നോക്കാം. കെന്റെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഇതേപോലെ സോൾവ് ചെയ്യുമ്പോൾ -1 തന്നെയാണ് കിട്ടുക. നമുക്ക് എന്തായാലും ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ വരുന്നത് -1 ആണ്. അപ്പൊ ചെയ്യണ മെത്തഡ് അറിഞ്ഞു വെച്ചാൽ മതി. എന്താണ് ആംഗുലർ മൊമെന്റ് കൺസർവ്ഡ് ആണെങ്കിൽ അവിടെ ടോർക്ക് 0 ആണ് വരിക, അല്ലെങ്കിൽ അതായത് ആർ ക്രോസ് എഫ് 0 ആണ്, അല്ലെ? ആർ ക്രോസ് എഫ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമ്മൾ IJK വെച്ചിട്ട് ആ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് 0 ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഇതിൽ ഈ അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. അടുത്തത് നോക്കൂ, ഇത് കഴിഞ്ഞ ഫിംഗർ പ്രിന്റിലെ ചോദ്യമായിരുന്നു. ഐഡന്റിഫൈ ദ വീക്കസ്റ്റ് ഫോഴ്സ്. സിമ്പിൾ ചോദ്യമാണ്. ഇതിലേതാ വീക്കസ്റ്റ് ഫോഴ്സ്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. സ്ട്രോങ്സ്റ്റ് ആണെങ്കിൽ B സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് വരിക. ഇവിടെ വീക്കസ്റ്റ് ചോദിച്ചത് കൊണ്ട് D ആണ് വരിക. അടുത്തത് വിച്ച് among the following is not the unit of time? കഴിഞ്ഞ ഫിംഗർ പ്രിന്റിലെ ചോദ്യമായിരുന്നു. വിച്ച് among the following is not the unit of time? ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് ചോദ്യം. എ പറയുന്നത് നോക്കൂ, എ പാർസെക്ക്, ബി മില്ലി സെക്കൻഡ്, ദെൻ ലൂണർ മന്ത്, ഡി സോളാർ ഡേ. ഇതിൽ എന്തായാലും നമുക്ക് അറിയുന്ന കാര്യമാണ്. മില്ലി സെക്കൻഡ് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ സോളാർ ഡേ എന്താ? അതും ടൈമിന്റെ യൂണിറ്റ് തന്നെയല്ലേ? ആണ്. ദെൻ ലൂണർ മന്ത് ആണെങ്കിലും ടൈമിന്റെ യൂണിറ്റ് ആണ്. ഇത് തെറ്റായിട്ടുള്ള ഏതാണ്? പാർസെക്ക് ആണ്. പാർസെക്ക് എന്തിന്റെ യൂണിറ്റാ? പാർസെക്ക് ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ലേ? അപ്പോ ഇവിടെ ശരിയായ ആൻസർ പാർസെക്ക് ആണ് വരിക. പാർസെക്ക് ആണ് ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത്. നമുക്ക് ഏതായാലും പാർസെക്കിന്റെ ബേസിക് നോക്കുകയാണെങ്കിൽ ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ് ഇയർ ആണ്? 1 പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ് ഒരു പാർസെക്ക്. ഇനി ഒരു ലൈറ്റ് ഇയർ എത്രയാ? ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരാണല്ലോ ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാലും എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് വരിക. അത് വാല്യൂ വരുന്നത് 9.461 ഇൻറ്റു 10⁻15 മീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ വരുന്നത്. പിന്നെ വേറെ യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതായത് നമ്മളിപ്പോ ഈ ഗ്രഹങ്ങളൊക്കെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ടേംസിൽ നമ്മൾ പറയാറുള്ളത്. സ്റ്റാർസിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് ലൈറ്റ് ഇയർ യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഗാലക്സീസിനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, ഡിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയാണ് പാർസെക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഇറ്റ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതിന്റെ വാല്യൂ എത്ര വരുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരുന്നത് എത്രയാണ്? 150 മില്യൺ
കിലോമീറ്റർ ആണ് എന്ത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത്രയും ഓർത്ത് വെക്കുക. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.461 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. ദെൻ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞാൽ എത്രയാ? 150 മില്യൺ കിലോമീറ്റർ ആണ്. അടുത്ത നോക്കൂ. വിച്ച് വൺ കോൺട്രിബ്യൂട്ട്സ് മാക്സിമം ടു ദ ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സ്? അപ്പോൾ യൂണിവേഴ്സിന്റെ ഡെൻസിറ്റിയിലേക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഏത് ക്വാണ്ടിറ്റിയാണ് നോക്കാം. വിസിബിൾ മാറ്റർ ആണോ, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, ദെൻ ഡാർക്ക് മാറ്റർ, ഗ്യാസ് ആൻഡ് ബയോമാസ്? ഡയറക്റ്റ് ചോദ്യമാണ്. ഏതാണ്? ഡാർക്ക് മാറ്റർ ആണ് ഈ യൂണിവേഴ്സിന്റെ മെജോറിറ്റി പോർഷനും അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത നോക്കൂ. പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് ബേസ്ഡ് ഓൺ. റോക്കറ്റ് പ്രൊപ്പൽഷൻ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്? എ പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതാണോ? അല്ല. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഇനേർഷ്യ അതാണോ? അല്ല. സി എന്താ പറയുന്നത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ അല്ല. നമുക്കറിയാം ഇവിടെ ഓപ്ഷൻ എന്ത്? ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരമാണ് ശരിക്ക് റോക്കറ്റ് പ്രൊപ്പൽഷൻ വരുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റോ കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി ഈ ഇതിന് പകരമായിട്ട് നിങ്ങളോട് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ് തന്നതെങ്കിൽ അതും എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് നോക്കൂ. ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ ഫ്രീലി ഫാളിംഗ് എലവേറ്റർ ഈസ്. ഒരു ഫ്രീലി ഫാളിംഗ് എലവേറ്ററിലെ ഒരാളുടെ അപ്പാരന്റ് വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ വെയിറ്റ് എന്താണ്? ഡബ്ല്യു എന്താണ്? അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എത്രയും വരിക? അത് 0 ആണ്. നമുക്ക് വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടൂലേ? അപ്പോൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അപ്പാരന്റ് വെയിറ്റ് എത്രയാണ് വരിക? 0 ആണ്. അത് ഓർത്ത് വെക്കുക. അപ്പൊ ആൻസർ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത നോക്കൂ. അക്കോർഡിംഗ് ടു തിയറി ഓഫ് റിലേറ്റിവിറ്റി, ദ ടൈം ഇന്റർവൽ മെഷേർഡ് ഇൻ എ ഫ്രെയിം മൂവിംഗ് വിത്ത് വെരി ഹൈ സ്പീഡ് ഈസ്. അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ടൈം ഇന്റർവൽ മെഷേർഡ് ഇൻ എ ഫ്രെയിം മൂവിംഗ് വിത്ത് വെരി ഹൈ സ്പീഡ്, നമ്മൾ വെരി ഹൈ സ്പീഡിൽ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ലൈറ്റിന്റെ സ്പീഡിലൊക്കെ വെലോസിറ്റി നമ്മൾ എന്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തുള്ള ടൈമിന്റെ ഇന്റർവെലിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? നമുക്കറിയാം റിലേറ്റിവിറ്റി പറയുമ്പോൾ അവിടെ വരുന്നതാണ് ഏത്? ടൈം ഡൈലേഷൻ അല്ലേ? ടൈം ഡൈലേഷന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ടി 0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 1 ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെയാണ് നമ്മൾ ഗാമ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ടി 0 ഇൻറ്റു ഗാമ എന്നും പറയാം. അപ്പൊ ഇവിടെ നമുക്കറിയുന്ന കാര്യമാണ് എന്താണ്? ടൈം കൂടുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? ടൈം ഡൈലേഷൻ ആണ് അല്ലെ? ഇവിടുത്തെ ടൈം ഇന്റർവെൽ കൂടുകയാണ് ചെയ്യുക. അതായത് ഡെൽറ്റ ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി 0 പ്രോപ്പർ ടൈം അല്ലെ? ഡെൽറ്റ ടി 0 ആണ് പ്രോപ്പർ ടൈം ആണ്, നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡെൽറ്റ ടി അല്ലെ? അപ്പം റിലേറ്റിവിറ്റിന്റെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടൈം ഇന്റർവെൽ എന്താണ് വരിക? ഡെൽറ്റ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി 0 ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്, ലോങ്ങർ ദാൻ പ്രോപ്പർ ടൈം. അതേസമയം ലെങ്ത് ആണെങ്കിലോ? ലെങ്ത് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെങ്ത് കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക അല്ലെ? ലെങ്ത് കോൺട്രാക്ഷന്റെ ഇക്വേഷൻ എന്താ? സിമ്പിൾ ആണ്. എൽ ഈക്വൽ ടു പ്രോപ്പർ ലെങ്ത് L0, എൽ ഈക്വൽ ടു L0 റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് വരിക അല്ലേ? അല്ലെങ്കിൽ L0 ബൈ ഗാമ എന്നും കൊടുക്കാൻ പറ്റും. ഇവിടെ പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് ഈ വാല്യൂ എന്താ? 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പൊതുവെ എന്താണ്? ചെറിയ വാല്യൂ ആണ് വരിക അല്ലേ? ചെറിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഈ പോയിന്റ് സംതിങ് ആണ് വരിക. അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
എത്ര വരും? ഈ ക്വാണ്ടിറ്റി മൊത്തം ചെറുതാണ് വരിക. അല്ലെങ്കിൽ പറയാം ലെങ്ത് കുറയാണ് ചെയ്യുക അല്ലേ? അതായത് L<L0 ആണ് റിലേറ്റിവിറ്റിന്റെ കേസിലെ ലെങ്ത് ആണ് മെഷർ ചെയ്യുമ്പോൾ കിട്ടുക അല്ലേ? L<L0. L0 പറഞ്ഞാൽ പ്രോപ്പർ ലെങ്ത് ആണ്. ടൈമിനെ സംബന്ധിച്ചാണെങ്കിൽ ΔT ഈസ് ഗ്രേറ്റർ ദാൻ ΔT0 ആണ്. ഓക്കെ, അടുത്ത നോക്കൂ, ഡയറക്റ്റ് ചോദ്യം. ദ വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. ശബ്ദത്തിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. എയറിലെ വെലോസിറ്റി എത്രയാ? 3313 മീറ്റർ പെർ സെക്കൻഡ്. ബി പറയുന്നത് 313.16, സി 33, ഡി 3.3. ഇതിലെ ഡയറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി, 333.16 മീറ്റർ പെർ സെക്കൻഡ് ആണ് സൗണ്ടിന്റെ വെലോസിറ്റി, എയറിലൂടെയുള്ള വെലോസിറ്റി. അടുത്ത് നോക്കൂ, നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, ഓക്കെ, അതിന്റെ സ്ഥാനാന്തര സമയ ഗ്രാഫാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് വരുന്നത്? ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഏതാണ്? എ അല്ലേ വരിക അല്ലേ? അതായത് ഒരു വസ്തു സ്റ്റേഷനറി ആണ് എങ്കിൽ അതിന്റെ പിന്നെ പ്രത്യേകിച്ച് സ്ഥാനാന്തരം സംഭവിക്കുക ഇല്ലല്ലോ. അതിന് എത്ര ഒരു 10 മണിക്ക് നോക്കുകയാണെങ്കിലും 11 മണിക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ ആ വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? സെയിം ആയിട്ട് തന്നെയാണ് വരിക അല്ലേ? അപ്പൊ ഇവിടെ വരുന്ന എന്താ? സ്ഥാനാന്തരം സമയഗ്രാഫ് വരിക ഓപ്ഷൻ എ ആണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് 0 വരുന്നത് ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്. പിന്നെ ഈ ബി ഏതാ ഗ്രാഫ്? സ്ഥാനാന്തരം സമയഗ്രാഫ് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരുന്ന ഏതാ? ഇൻക്രീസിങ് ആയിട്ട് വരുന്നത്. ഇത് വരുന്നത് യൂണിഫോം സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ പറയാം എന്താ? ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുക. അടുത്ത് നോക്കൂ, ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 36 കിലോമീറ്റർ പെർ അവർ ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം എത്ര? നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ട്, അതുപോലെ വെലോസിറ്റി 18 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 36 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ അതിന്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ആക്സലേഷൻ ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ യൂണിറ്റ് എന്താണ് മാറ്റണം. ഇവിടെ വെലോസിറ്റി എന്നിട്ടുള്ളത് മീറ്റർ പെർ അവറിലാണ്, കിലോമീറ്റർ പെർ അവറിലാണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പം ഏതായാലും നോക്കാം, ആക്സലറേഷൻ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. അപ്പോൾ v2 മൈനസ് v1/t. ഇവിടെ v2 എത്രയാണ്? 36 കിലോമീറ്റർ പെർ അവർ ആണ്. അതേ മൈനസ് 18, 36/18/5 ആണ് വരിക അല്ലേ? അപ്പൊ ഇവിടെ 36-18 അറിയുമ്പോൾ 18 കിലോമീറ്റർ പെർ അവർ ആണ് വരിക. അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 18 കിലോമീറ്റർ പെർ അവർ. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 18 ഇൻറ്റു 5/18 അല്ലേ വരിക ചെയ്യേണ്ടത്? എന്നാലല്ലേ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറുള്ളൂ. 18 ക്യാൻസലായി. അതായത് 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പൊ അതിന്റെ ആ കാറിന്റെ വെലോസിറ്റി വരുന്നത്. അല്ലെങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ ഇനി ചെയ്യാലോ. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ 5/5 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സലറേഷൻ. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കൂ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും 2 മാസും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാവും? നമുക്ക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം F ഈക്വൽ ടു എന്താണ് വരിക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു gmm ബൈ
r² ആണല്ലോ അല്ലേ? gmm/r², അല്ലെങ്കിൽ gm1m2/r² എന്ന് പറയാം. എന്താണെങ്കിലും ഇവിടെ പറയുന്നത് എന്താ, 2 മാസം പകുതിയായിട്ട് കുറയാണ് അല്ലേ? അപ്പൊ 2 മാസം പകുതിയാകാന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഡിസ്റ്റൻസ് ഒക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നോക്കാം, ഈ എമ്മിന്റെ വാല്യൂ എത്രയായി മാറും? ജിക്ക് മാറ്റല്ല, ആറ് മാറ്റല്ല, എമ്മിന്റെ വാല്യൂ m/2 ആയി മാറും, ക്യാപിറ്റൽ എമ്മും m/2 ആയി മാറും. അപ്പൊ ലാസ്റ്റ് മൊത്തം നോക്കുകയാണെങ്കിൽ F/4 ആണ് അവിടുത്തെ പുതിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരുന്നത്, F' വരുന്നത്. ഏതാണ് വരിക? ഓപ്ഷൻ ഡി. ജസ്റ്റ് ആ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. F=gmm/r². അതില് മാസം എന്താ എഫിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം 2 മാസം പകുതി ആവാന്ന് പറഞ്ഞാൽ മൊത്തം എന്താ വരിക? 1/4 ആണ് അവിടുത്തെ കുറയുക. അപ്പൊ ആദ്യത്തതിന്റെ 4/1 മാത്രമായിരിക്കും പുതിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവുക. അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? അപ്പൊ ആംഗുലർ മൊമെന്റം കൺസർവേഷന്റെ കോൺസിക്വൻസ് തന്നിരിക്കുന്നതിൽ ഏതാണ്? എ പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റി, അതാണോ? അല്ല. ബി സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് എ ലിക്വിഡ് ഡ്രോപ്പ് ഇൻ സ്പേസ്. ലിക്വിഡ് ഡ്രോപ്പിന്റെ സ്ഫെറിക്കൽ ഷേപ്പ് കാരണം എന്താ, അത് സർഫസ് ടെൻഷൻ ആണ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആയിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ബിയും അല്ല. അടുത്തത് സി നോക്കൂ, ദ സർക്കുലർ ഓർബിറ്റ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിലെ സർക്കുലർ പാത്ത് വരുന്നത് അതെന്താ, അത് ലോറൻസ് ഫോഴ്സ് ആണല്ലോ അല്ലേ? നമ്മൾ അത് പഠിച്ചതാണ്, Q×V×B എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമല്ല. അപ്പൊ ആൻസർ വരെ ഏതാ? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. അല്ലെങ്കിൽ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ തന്നെയാണോ നമ്മൾ ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആംഗുലർ മൊമെന്റം കൺസർവേഷന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഏത്? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയാസ്. അടുത്ത് നോക്കൂ, ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ റിക്വയർഡ് ഫോർ എ ബോഡി ടു ബിക്കം എ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ഈസ്. നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ റിക്വയർഡ് ഫോർ എ ബോഡി ടു ബിക്കം എ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട വെലോസിറ്റിയാണ്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും ഇതെന്ത് സംഭവം? ഒരു സാറ്റലൈറ്റിന് ഇങ്ങനെ ഭൂമിയുടെ ചുറ്റും കറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വെലോസിറ്റിയാണ് വേണ്ടത്? യെസ്, നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ ശരിക്ക്? ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ വേണ്ടത് അല്ലേ? ഓർബിറ്റൽ വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്, VO ആണ് ചോദിച്ചത്. അപ്പൊ VOന്റെ ഇക്വേഷൻ ഡയറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക, എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സും അതുപോലെ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായി മാറണം? ഈക്വൽ ആയിട്ട് മാറണമല്ലോ. അപ്പൊ ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പറയുമ്പോൾ എന്താ വരിക? mv²/r അല്ലെ? mv²/r ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കണം? അടുത്ത ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പം gmm/r² ആണല്ലോ. ഇതില് ഈ എം സ്മോൾ എം ആട്ടോ, സ്മോൾ എം ആണ്. അതായത് സാറ്റലൈറ്റിന്റെ ആ ഒബ്ജക്റ്റിന്റെ മാസാണ്. mv²/r ഈക്വൽ ടു gmm/r². അപ്പൊ ഇവിടെ ഈ എമ്മും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ gm/r² എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ന്യൂട്ടൺ ലോ പ്രകാരം, സെക്കൻഡ് ലോ പ്രകാരം എന്താ? F=ma ആണല്ലോ. ശരിക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ ഇത് വരിക, സെക്കൻഡ് ടേം gm/r². അതായത് ശരിക്കും ഇതെന്താ? G ആണ് ഈ സെക്കൻഡ് ടേം വരുന്നത്, ഇത് G ആണ് അല്ലെ? gm/r². അപ്പൊ v²/r ഈക്വൽ ടു G എന്ന് കിട്ടി. അപ്പൊ v² ഈക്വൽ ടു ഈ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ v² ഈക്വൽ ടു gr എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഓർബിറ്റൽ വെലോസിറ്റി v ഈക്വൽ ടു √gr. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ എന്താ? v0 ഈക്വൽ ടു √g×r. അപ്പൊ ഈ സ്പീഡ് അല്ലെങ്കിൽ ഇതേ വെലോസിറ്റി പ്രൊജക്ട് ചെയ്താൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? എർത്തിന് സാറ്റലൈറ്റ് ആയിട്ട് അതിന് കറങ്ങാൻ പറ്റുള്ളൂ. ഓർബിറ്റൽ VO ഈക്വൽ ടു √gr.
അല്ലെങ്കിൽ ഇനി ജി എമ്മിന്റെ വാല്യൂല് പറയുകയാണെങ്കിൽ എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? വി ഒ ഈക്വൽ ടു റൂട്ട് ജി എം ബൈ ആർ. ഓക്കെ, എം എന്നുള്ളത് എർത്തിന്റെ മാസാണ്, ആർ എന്നുള്ളതും എർത്തിന്റെ റേഡിയസ് ആണ്. ഇനിയിപ്പോ സപ്പോസ് എസ്കേപ്പ് വെലോസിറ്റി ആണ് ചോദിച്ചതെങ്കിലോ? എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു റൂട്ട് 2g(r) ആണ്, അല്ലെങ്കിൽ റൂട്ട് 2gm/r. ഇക്വേഷൻ എന്തായാലും ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ വേറെ ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും റിലേഷൻ പഠിക്കുന്നുണ്ടല്ലോ. അതായത് വി ഈക്വൽ ടു എന്താണ്? റൂട്ട് 2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി ആണ് എസ്കേപ്പ് വെലോസിറ്റി. നേരത്തെ പറഞ്ഞ 11.2 km/s ആണ് എന്ത് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി. ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓർബിറ്റൽ വെലോസിറ്റി, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമുക്ക് വേണ്ട ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? പൊസിഷൻ നോക്കൂ. പൊസിഷൻ ഇൻവേരിയന്റ് ആണോ? അല്ല, പൊസിഷൻ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ പൊസിഷൻ അല്ല. വെലോസിറ്റിയോ? വെലോസിറ്റിയും വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്. അല്ലെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ വെലോസിറ്റി, പൊസിഷൻ, അതുപോലെ കൈനറ്റിക് എനർജി ഒക്കെ എന്താണ്? ഒക്കെ വേരിയന്റ് ആണ്. അതേപോലെ മൊമെന്റം എന്താണ്? അത് വേരിയന്റ് ആണ്. ഇതില് വേരിയന്റ് അല്ലാത്ത അല്ലെങ്കിൽ ഇൻവേരിയന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? ആക്സലറേഷൻ ആണ് ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ആക്സലറേഷൻ നമുക്കറിയാം. അതുപോലെ വേറെ ഏതൊക്കെയാണ് ഇൻവേരിയന്റ് ആയിട്ടുള്ളത്? ആക്സലറേഷൻ ഉണ്ട്, മാസ്, പിന്നെ നമുക്ക് ഫോഴ്സ് പറയാലോ. അതായത് F ഈക്വൽ ടു ma അല്ലേ? അപ്പൊ മാസും ആക്സലറേഷൻ ഇൻവേരിയന്റ് ആണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്ത് തന്നെയാണ് വരിക? ഇൻവേരിയന്റ് ആണെന്ന് പറയാൻ പറ്റും. അതേസമയം കൈനറ്റിക് എനർജി എന്തല്ല? ഇൻവേരിയന്റ് അല്ല. കാരണം എന്താ? കൈനറ്റിക് എനർജി ആണ് ഹാഫ് mv² ആണ്. വി ഓൾറെഡി അത് വേരിങ് ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? വേരി ചെയ്യും. മൊമെന്റും ഇതേപോലെ തന്നെ. മൊമെന്റും P ഈക്വൽ ടു എന്താണ്? മാസിന്റെ വെലോസിറ്റി ആണ്. അവിടെ വെലോസിറ്റി മാറുന്നത് കൊണ്ട് തന്നെ മൊമെന്റും വേരി ചെയ്യും. മനസ്സിലായോ? അപ്പം ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആക്സലറേഷൻ, മാസ്, ഫോഴ്സ് എന്നൊക്കെ പറയാം. അടുത്ത്, അറ്റ് ടെർമിനൽ വെലോസിറ്റി ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി ഈസ്. ഇത് ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. എന്നാലും നോക്കൂ, ടെർമിനൽ വെലോസിറ്റിന്റെ സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഓഫ് ദ ബോഡി, ആ ബോഡിയുടെ ആക്സലറേഷൻ എന്താണ് വരിക? മാക്സിമം ആണോ, മിനിമം ആണോ, അതോ വെലോസിറ്റിക്ക് സെയിം ആണോ, വെലോസിറ്റിയുടെ സ്ക്വയർ ആയിട്ടാണ് വരിക, അതോ സീറോ ആണോ? നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെർമിനൽ വെലോസിറ്റിയിൽ ഫോഴ്സ് എന്താണ് വരിക? അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? നെറ്റ് ഫോഴ്സ് സീറോ ആണ്. ടെർമിനൽ വെലോസിറ്റിയിലെ നെറ്റ് ഫോഴ്സ് എന്താണ്? സീറോ ആണ്. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ F ഈക്വൽ ടു ma അല്ലേ? സ്വാഭാവികമായിട്ടും അവിടുത്തെ ആക്സലറേഷൻ എന്തായിരിക്കും? അതും സീറോ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അറ്റ് ടെർമിനൽ വെലോസിറ്റി ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി ഈസ് സീറോ. അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങളോട് അവിടുത്തെ നെറ്റ് ഫോഴ്സ് ആണ് ചോദിച്ചതെങ്കിൽ അവിടെ എന്താ? ടെർമിനൽ വെലോസിറ്റിയിലെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? അത് സീറോ ആണ്. അടുത്ത് നോക്കൂ. The velocity of the particle is given by the relation v equal to at² plus bt plus c. The dimension of a, b and c are. ഡയറക്റ്റ് ചോദ്യം. വെലോസിറ്റി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ എൻ്റെയും ബിന്റെയും സിന്റെ ഒക്കെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഇവിടെ v ഈക്വൽ ടു at² plus bt plus c തന്നതുകൊണ്ട് തന്നെ ഈ at² ഡയമെൻഷൻ എന്ത് തന്നെ ആയിരിക്കും? വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ബിടിയുടെ ഡയമെൻഷൻ എന്താണ്? ഇതിൽ ബിടിയുടെ ഡയമെൻഷനും വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിട്ടാണ് വരിക. ദെൻ സിയുടെ ഡയമെൻഷൻ എന്താണ്? വി തന്നെയാണ് വരിക. ഓക്കെ, അപ്പോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പൊ at²ൻ്റെത് വി ആണ്. നമുക്കറിയാം വെലോസിറ്റിന്റെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആകുമ്പോൾ വിയുടെ എത്രയാണ് വരിക? വിയുടേത് L/t അല്ലെങ്കിൽ L(t⁻⁻1) ആണ് വെലോസിറ്റി വരുന്നത്. ഇവിടെ at² ആണ് എന്തിന് ഈക്വല്?
LT-1 ഈക്വൽ അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടി സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ടി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? എയുടെ ഡയമെൻഷൻ പറഞ്ഞാൽ എത്രയാണ് വരിക? LT⁻³ LT⁻³ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇവിടെ എയിലും ഡിയിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ബാക്കി ബിയും സിയും ക്യാൻസൽ ചെയ്യാം. അടുത്തത് ബി ടി നോക്കൂ. രണ്ടാമത്തെ ടൈം ബി ടിയുടെ എന്തിന്റെ ഡയമെൻഷൻ ആയിട്ട് വരണം? വെലോസിറ്റി ഡയമെൻഷൻ ആയിട്ട് വരണം. അപ്പൊ അതിൽ നിന്ന് ബി എന്ന് പറഞ്ഞാൽ v/t ആണ്. അപ്പം LT⁻⁻1/t എന്ന് വരും. അപ്പം LT⁻, ബിയുടെ എന്ത് വരും? LT⁻² ആണ് പിയുടെ ഡയമെൻഷൻ വരിക. അത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഡിയിൽ കൊടുത്ത തെറ്റാണ്. പിന്നെ സി എന്തായാലും നമുക്കറിയാം, എന്താ സി ഈക്വൽ ടു വി തന്നെയാണ്. അപ്പൊ LT⁻⁻1 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ വേണ്ട ആൻസർ. അടുത്തത്, if I is the moment of inertia, omega is the angular velocity, and m is the mass of a rotating body, then kinetic energy is. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഒമേഗയും കിട്ടിക്കഴിഞ്ഞാൽ റൊട്ടേഷണൽ ബോഡിയുടെ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോർമൽ കേസിലാണെങ്കിൽ കൈനറ്റിക് എനർജി എത്രയാണ്? എന്താണ്? ഹാഫ് mv² ആണ്. ആണല്ലോ. അപ്പൊ ഇതിന്റെ അനലോഗ് ആണല്ലോ റൊട്ടേഷനിൽ എങ്ങനെ വരാം? മാസിന്റെ അനലോഗ് ആണ് ഏത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പം കൈനറ്റിക് എനർജി റൊട്ടേഷന്റെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു മാസിന്റെ അനലോഗ് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പം ഹാഫ് ഐ. ഇനി വിയുടെ അനലോഗ് എന്താ? വിയുടെ അനലോഗ് ആണ് ഒമേഗ വരുന്നത് അല്ലേ? അപ്പൊ I⁻². അപ്പൊ നമുക്ക് റൊട്ടേഷന്റെ കൈനറ്റിക് എനർജി കിട്ടി ഹാഫ് I⁻². അത് വരുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ കമ്പയർ ചെയ്താൽ മതി. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണ്? റൊട്ടേഷൻ ബോഡിയുടെ ജസ്റ്റ് അനലോഗ് നോക്കിയാൽ മതി. മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നതാണ് ഏത്? നോർമൽ വരുന്ന മാസിന് അനലോഗ് ആയിട്ടാണ് റൊട്ടേഷനിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത്. അതുപോലെ വെലോസിറ്റി, ഇവിടെ വെലോസിറ്റി വി ആണെങ്കിൽ അവിടെ റൊട്ടേഷനെ സംബന്ധിച്ച് വരുമ്പം ആംഗുലർ വെലോസിറ്റി ഒമേഗ വരും. ഇത് ഓക്കെ അല്ലേ? അടുത്തത്, a cricket ball is thrown at a speed of 28 meter per second in a direction 30 degree above the horizontal. The distance from the thrower to the point where the ball returns to the same level. അവർ ക്രിക്കറ്റ് ബോൾ എറിയാണ് 28 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, ഒരാൾ ഇവിടുന്ന് ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു. അത് എറിഞ്ഞ് 30 ഡിഗ്രി ആംഗിളിലാണ് എറിഞ്ഞത്. അത് എറിഞ്ഞ് ഇവിടെ എത്തി. ഓക്കെ, അപ്പൊ ഈ ആംഗിള്, ഇവിടുത്തെ ആംഗിൾ എത്ര? 30 ഡിഗ്രിയിലാണ് എറിഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി വന്നത് 28 മീറ്റർ പെർ സെക്കൻഡ് ആണ് യുടെ വാല്യൂ. ദെൻ നമ്മൾ പറഞ്ഞ എന്താ? ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൊജക്ടൈൽ മോഷന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം പ്രൊജക്ടൈൽ മോഷനെ സംബന്ധിച്ച് ഇവിടുത്തെ ഈ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ് വരിക? റേഞ്ച് R = u² sin 2θ/g. ഇവിടെ R എന്നുള്ളതാണ് ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഞ്ച്, u എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, തീറ്റ ഇവിടുത്തെ ആംഗിൾ, എറിഞ്ഞ ആംഗിൾ ആണ്, ദെൻ g എന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇവിടെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എന്താണ് വരിക? R = u² പറയുമ്പോൾ u 28 ആണ്. അപ്പം 28ന്റെ സ്ക്വയർ, 28² ഇൻറ്റു സൈൻ 2θ. അപ്പൊ 2 ഇൻറ്റു തീറ്റ 30 ഡിഗ്രി. അപ്പൊ 2θ പറഞ്ഞാൽ സൈൻ 60 ബൈ ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്രോക്സിമേറ്റ്ലി 10 എടുത്ത് നോക്കൂ. ഓക്കെ, 9.8 ചെയ്യാം. 10 എടുത്താൽ മതി. ഇത് ചെയ്ത് നോക്കൂ. എന്താണ് വരിക? അപ്പൊ ചെയ്ത് നോക്കുമ്പം R = 28ന്റെ സ്ക്വയർ 720
84 784. ദെൻ സൈൻ 2θ അല്ലെങ്കിൽ സൈൻ 60യുടെ വാല്യൂ നോക്കുമ്പോൾ 0.86 ഡിവൈഡഡ് ബൈ 10. ഇത് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് റേഞ്ചിന്റെ വാല്യൂ വരുന്നത് 69.2 അല്ലെങ്കിൽ 69 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ബി 69 വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പൊ ഇവിടെ അറിഞ്ഞു വെക്കേണ്ട ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ബൈ ജി. പിന്നെ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുക ഏത് ആംഗിളിൽ എറിഞ്ഞാലാണ്? പറയൂ, മാക്സിമം വാല്യൂ കിട്ടുക. അത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിപ്പോ ജാവലിൻ ത്രോ എറിയുമ്പോൾ ഏത് ആംഗിൾ എറിയണം എന്നൊക്കെ പറയാറില്ലേ? ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ബൈ ജി. ഇതില് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൈനിന്റെ വാല്യൂ എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം, അതായത് 1 ആയിരിക്കണം ആണല്ലോ. അപ്പൊ സൈൻ 2θ 1 ആവാന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2θ 1 ആണെങ്കിൽ 2θ വാല്യൂ എത്ര ആയിരിക്കണം? 90 ആവണ്ടേ? 2θ 90 ആയാലല്ലേ സൈൻ 2θ 1 ആയി മാറുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തീറ്റ ഈക്വൽ ടു എത്ര കിട്ടും? 45 എന്ന് കിട്ടും. അതായത് 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് ജാവലിൻ ആണെങ്കിലും അല്ലെങ്കിൽ കല്ലാണെങ്കിലും ഒക്കെ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതുകൂടെ ഇവിടെ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇതിന്റെ ആ പാത്തിന്റെ ഷേപ്പ് എന്താണ് വരിക? പാരാബോളിക് ആണ്. അടുത്തത്, ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ പറയൂ. എസ്കേപ്പ് വെലോസിറ്റി വി ഈക്വൽ ടു റൂട്ട് 2gr അല്ലെങ്കിൽ റൂട്ട് ജി ക്യാപിറ്റൽ ജി എം ബൈ ആർ. അത് ഇവിടെ നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി ഇപ്പൊ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ആ ബോഡിയുടെ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏതെറ്റാണ്? ദ ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അടുത്തത് സി, ദ ലൊക്കേഷൻ ഫ്രം വെയർ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ്. അത് നമ്മളിപ്പം എന്താ പറയാ, ഏതെങ്കിലും സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ടോ? ഇല്ല. ദ ഹൈറ്റ് ഓഫ് ദ ലൊക്കേഷൻ ഫ്രം വെയർ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ്, അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് വരിക? ആ ഹൈറ്റ് ഓഫ് ലൊക്കേഷൻ. ഓക്കെ, അതായത് ഇത് പ്രൊജക്ട് ചെയ്യുന്ന ആ ലൊക്കേഷന്റെ ഹൈറ്റ് എത്ര ഹൈറ്റിലാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്, ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലാതെ ആ ഒബ്ജക്റ്റിന്റെ മാസിനെ ഒന്നും എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത്, ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റീസ്. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? അപ്പൊ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എന്ത് ചോദിച്ചാൽ എന്താ? അത് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ മാസ് ആണല്ലോ. യൂണിറ്റ് മാസിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് എന്ത് തന്നെയാണ്? എഫ് ബൈ എം പറഞ്ഞാൽ ശരിക്കും എന്താ? ആക്സിലറേഷൻ തന്നെയാണ് അല്ലേ? അപ്പൊ ജിയുടെ ഇത് നോക്കിയാൽ മതി. എന്ത് വരും? എൽ ടി റേസ് ടു -2 ആണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ വരുന്നത്. എൽ ടി റേസ് ടു -2. അടുത്തത്, എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 കിലോഗ്രാം മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 meter per second enters a heavy wooden block and stopped after a distance of 60 centimeter. The retardation of the bullet is. അവര് 0.04 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബുള്ളറ്റ് 90 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഇവിടെ ഒരു മരകഷ്ണത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് അതിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരുന്നത് 60 സെന്റിമീറ്റർ പോയിട്ടാണ് എന്താ നിൽക്കുന്നത്. ദെൻ ദ റീറ്റാർഡേഷൻ ഓഫ് ദ ബുള്ളറ്റ്, അപ്പൊ അതിന്റെ ആ ബുള്ളറ്റിന്റെ റീറ്റാർഡേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ ആണ് അവിടുത്തെ കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? മാസ് തന്നിട്ടുണ്ട്, ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, പിന്നെ ബുള്ളറ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി അത് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. ദെൻ എത്ര സഞ്ചരിച്ചിട്ടുണ്ട് വുഡൻ ബ്ലോക്കിലൂടെ നോക്കുകയാണെങ്കിൽ 60 സെന്റിമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇതൊക്കെ വരുന്ന റിലേഷൻ ഏതാണ് വരിക? നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻസ് അറിയാം ഇല്ല? 3 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് ആ കൈനമാറ്റിക് ഇക്വേഷൻ? ജസ്റ്റ് നോക്കൂ.
ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വി എന്നുള്ളത് ഫൈനൽ വെലോസിറ്റി, യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, ടി ടൈം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തത് എസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണല്ലോ. ഇത് ഡിസ്പ്ലേസ്മെന്റ് യു, ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം, എ ആക്സിലറേഷൻ. ഇനി മൂന്നാമത്തെ എന്താ? മൂന്നാമത്തത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യാം? നോക്കൂ, നിങ്ങൾക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാ? ഒന്നാമത്തെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ ഇവിടുത്തെ ടൈം തന്നിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് അൺനോൺ ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ നോക്കൂ, എസ് ഓക്കെ, യു അറിയാം, പക്ഷെ ടി ഇവിടെ അല്ല, ടിയും എയും നിങ്ങൾക്ക് അറിയില്ല, അപ്പൊ രണ്ടാമത്തെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മൂന്നാമത്തെ യൂസ് ചെയ്തൂടെ? കാരണം എന്താ? ഇവിടെ ഫൈനൽ വെലോസിറ്റി, അതായത് ഈ ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു നിന്നിട്ടുണ്ടല്ലോ. നിന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്രയാണ്? 0 ആണ് വരുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി 90 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, എ കണ്ടുപിടിക്കാം, എസ് തന്നിട്ടുണ്ട്. അപ്പം കൈനമാറ്റിക് ഇക്വേഷനിലെ മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, നമുക്ക് ബുള്ളറ്റിന്റെ റീറ്റർഡേഷൻ കിട്ടും. അപ്പം വേണ്ട ഇക്വേഷൻ എന്താ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വി എന്താണ് വരിക? ഫൈനൽ വെലോസിറ്റി 0 ആണ്, യു 90 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത് 60 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? 0.6 മീറ്റർ ആണ് ഇവിടുത്തെ എസ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കൂ. അപ്പൊ 0 ഈക്വൽ ടു യു സ്ക്വയർ പറയുമ്പോൾ 90ന്റെ സ്ക്വയർ, അതായത് 8100 പ്ലസ് 2a ഇൻറ്റു 0.6. അപ്പൊ ജസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്, ആ ഏനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എ ഈക്വൽ ടു മൈനസ്, എന്തായാലും മറ്റേ പ്ലസ്സിലത് ഇങ്ങോട്ട് മൈനസ് ആകുമല്ലോ. അപ്പം എന്തായാലും എ ഈക്വൽ ടു മൈനസ് 8100 ബൈ മറ്റേത് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് 2as എന്നായിരുന്നല്ലോ. അപ്പൊ എ ഇങ്ങോട്ട് എടുത്തു, ബാക്കി 2 ഇൻറ്റു 0.6 വരും, അതായത് 1.2. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മൈനസ് 6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? കൈനമാറ്റിക് ഇക്വേഷൻസ് അറിയണം. അതിൽ മൂന്നാമത്തെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ കണ്ടുപിടിക്കുന്നത്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യൂണിറ്റുകളൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് തന്നെ സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ അതിനെ മീറ്ററിലേക്കും, അതുപോലെ ഇനി ഗ്രാമൊക്കെ ആണെങ്കിൽ കിലോഗ്രാമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യണം. അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അടുത്ത് നോക്കൂ, a particle of mass m is moving in a uniform circular motion with constant speed v along a circle of radius r. The acceleration of the particle is. അപ്പൊ ഒരു യൂണിഫോം സർക്കുലർ മോഷനിലെ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാ? ഡയറക്റ്റ് ചോദ്യമാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അടുത്ത നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? എഫ് സി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ് അല്ലേ? ആർ എന്നുള്ളത് അതിന്റെ റേഡിയസ്, വി വെലോസിറ്റി, മാസ് എന്നുള്ളത് ഓബ്ജക്റ്റിന്റെ മാസ്. എഫ് സി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ്. അങ്ങനെയെങ്കിൽ ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് അറിയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിച്ചുകൂടാ. അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എ എന്താണ് വരിക? നമുക്കറിയാം ന്യൂട്ടൺ ലോ പ്രകാരം എഫ് ഈക്വൽ ടു എന്താ? മാസിന്റെ ആക്സിലറേഷൻ ആണ്, എം ഇൻറ്റു എ ആണ്. അപ്പൊ ഇവിടുത്തെ എ എന്താണ്? കമ്പയർ ചെയ്യുമ്പോൾ എന്താ? എ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. കണ്ടോ? സിമ്പിൾ. എ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അടുത്തത്, the frictional force required to keep the solid object on its surface at rest is called. അപ്പോ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? നമുക്കറിയാം വസ്തു റെസ്റ്റിലാണെങ്കിൽ അവിടെ ഉള്ളതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതേസമയം ആ വസ്തു മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇത്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. ദെൻ ഇപ്പൊ ഒരു ചക്രം കറങ്ങുകയാണെങ്കിൽ അതാണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ.
അപ്പൊ ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്ത് നോക്കൂ. ദ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ്. അവിടെ ജിയുടെ വേരിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ ഭൂമിയുടെ സർഫസിൽ നിന്നുള്ള ഹൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ നോക്കാം. എ എന്താ പറയുന്നത്, ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആണോ? അതായത് ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഹൈറ്റ് കൂടുന്തോറും ജിയുടെ വാല്യൂ കൂടുക എന്നാണ് പറയുന്നത് ആണോ? അല്ല. അതായത് ജിയുടെ വാല്യൂ മാക്സിമം വരുന്നത് എന്താണ്, അറ്റ് സർഫസ് ആണ്. പിന്നെ മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും എന്ത്, ജിയുടെ വാല്യൂ കുറയാണ് ചെയ്യുക. സർഫസിലാണ് മാക്സിമം. പിന്നെ സെൻട്രൽ എത്തുമ്പോൾ ജിയുടെ വാല്യൂ 0 വരും അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയാം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒന്നാമത്തെ എന്താ തെറ്റാണ്, ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് അല്ല. ബി എന്താ, ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ബി ആണ് കറക്റ്റ്. സി പറയുന്ന നോക്കൂ, റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ? അല്ല. റിമെയിൻ കോൺസ്റ്റന്റ് എവിടെയാണ്, അത് അറ്റ് സർഫസ് ആണ്. ഇനി നൺ ഓഫ് ദ എബോ, അതുമല്ല. അപ്പൊ ഇവിടെ വരുന്നത് ഏതാ, ഓപ്ഷൻ ബി. അടുത്തത് സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് തമ്മിലുള്ള അംശബന്ധം ചോദിച്ചത്. നോക്കൂ, എ പറയുന്നത് ഒന്നായിരിക്കും എന്നാണ്. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഒന്നായിരിക്കും എല്ലായ്പ്പോഴും ആണോ? അല്ല. അതെന്തായാലും അല്ല, തെറ്റാണ്. ബി പറയുന്നത് ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. എന്തായാലും തുല്യം വരാം, ഈക്വൽ ആയിട്ട് വരാം അല്ലേ? യെസ്, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എന്ത് തുല്യമായിട്ട് വരാം. അതായത് ഇപ്പം ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയി 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ എന്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്, 10 കിലോമീറ്റർ തന്നെയാണ്. അപ്പൊ അത് ശരിയാണ്. ഇനിയിപ്പോ ഒരാൾ നോക്കൂ, ഒരാളിപ്പോ 10 കിലോമീറ്റർ പോയി തിരിച്ച് പകുതി വരെ വന്നുള്ള വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്, ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 5ഉം ഡിസ്റ്റൻസ് എന്ത് 10 പോയി പകുതി 5 വരെ വന്നു, അപ്പം 15ഉം ആണ് വരുന്നത്. 5ഉം 15ഉം ആണ് വന്നത്. ഇത് ഈക്വൽ അല്ല. അതായത് ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് പറയാം എന്താ, ഒന്നിനേക്കാൾ ചെറുതാണ് വരിക അല്ലേ? അപ്പം എസ് ബൈ ഡി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഡിയുടെ വാല്യൂ എന്താവും, പൊതുവെ ഒന്നെങ്കിൽ ഈക്വൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡി ഗ്രേറ്റർ ദാൻ എസ് വരുമ്പം സ്വാഭാവികമായിട്ട് എന്താ, ഡിനോമിനേറ്റർ ആണ് വലുത് വരിക. ഡിനോമിനേറ്റർ വലുത് വരുമ്പം മൊത്തം നോക്കുമ്പോൾ എന്താ, റേഷ്യോ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം ബി ആണ് ആൻസർ വരും. അടുത്ത് നോക്കൂ, ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജ്ജമാണുള്ളത്. അപ്പൊ ലോറിക്കും സൈക്കിളിനും ഒരേ കൈനറ്റിക് എനർജിയാണ് പറയുന്നത്. ഏതിനാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം കൂടുതൽ? അപ്പൊ ആ റിലേഷൻ അറിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാം. കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് mv² ആണ്. ഇനി മൊമെന്റത്തിന്റെ ടേം പറയുമ്പോൾ കൈനറ്റിക് എനർജി k ഈക്വൽ ടു p²/2m ആണ്. ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് പിയുടെ റിലേഷൻ ആയി നോക്കൂ. ഇതിൽ നിന്ന് p² പറഞ്ഞാൽ 2mk ആണ്. അല്ലെങ്കിൽ പി മൊമെന്റം p ഈക്വൽ ടു √2mk. അത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, സെയിം ആണെന്ന് പറഞ്ഞത്. ലോറിന്റെയും സൈക്കിളിന്റെയും കെ സെയിം ആണ്. അപ്പൊ ഇതിൽ വേരിയബിൾ ആയിട്ട് ആരേ ഉള്ളൂ, മാസ് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. അതായത് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അപ്പൊ പി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, മാസിന്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ്. എപ്പോ, കൈനറ്റിക് എനർജി സെയിം ആയി വരുമ്പോൾ. അത് ഇവിടെ നോക്കൂ, ലോറിയുടെ മാസാണോ സൈക്കിളിന്റെ മാസാണോ കൂടുതൽ? കാരണം മാസ് കൂടിക്കഴിഞ്ഞാൽ മൊമെന്റും പിയും കൂടും അല്ലേ? അപ്പൊ ലോറിയുടെ മാസ് അല്ലേ, ml അല്ലേ കൂടുതൽ? ലോറിയുടെ മാസാണ് ആരെക്കാൾ കൂടുതൽ, സൈക്കിളിന്റെ മാസിനെ mc-യുടെക്കാൾ കൂടുതൽ ആണല്ലോ. സ്വാഭാവികമായിട്ട് ഈ റിലേഷൻ പ്രകാരം മൊമെന്റം ഓഫ് ലോറി pl ആണ് ആരെക്കാൾ കൂടുതൽ, സൈക്കിളിന്റെ മൊമെന്റത്തിനേക്കാൾ കൂടുതൽ. അപ്പൊ ആൻസർ വരിക ആർക്കാണ് ഏറ്റവും കൂടുതൽ മൊമെന്റം ഉള്ളത്, ലോറിക്കാണ്. നിങ്ങൾ മാറി ചിന്തിക്കരുത്. അതായത് സൈക്കിളിനും ലോറിയും ഒരേ കൈനറ്റിക് എനർജി അല്ലേ, അതുകൊണ്ട്
മൊമെന്റം ഈക്വൽ ആണ് വിചാരിക്കരുത്, ഒരുപോലെയല്ല. എന്താണ് വരിക? ലോറി മാസ് കൂടിയത് ആർക്കാണോ അയാൾക്കായിരിക്കും കൂടുതൽ മൊമെന്റം ഉണ്ടാവുക. ഓപ്ഷൻ സി ലോറിയാണ് റൈറ്റ് ആൻസർ. അടുത്ത് നോക്കൂ, ചന്ദ്രനിലെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? ഇത് 2018 HSN ചോദ്യം. ചന്ദ്രനിലെ പലായന പ്രവേഗം നേരത്തെ പറഞ്ഞിരുന്നു. എന്താ? എർത്തിൻ്റെത് വരുന്നത് 11.2 km/s ആണ്. ചന്ദ്രന്റെ വാല്യൂ എത്രയാ? 2.4 ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അല്ലെങ്കിൽ 2. ഇവിടെ തന്നത് 2.38 ആണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ വാല്യൂ എടുത്ത് വെക്കുക. 2.4 km/s ആണ് മൂണിലെ എസ്കേപ്പ് വെലോസിറ്റി. പിന്നെ ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിക്കുകയാണെങ്കിൽ എർത്തിൻ്റെത് 9.8 ആണ്. മൂണിന്റെ എത്രയാണ് വരിക? 1.6 ആണ് വരിക. അതായത് എർത്തിന്റെ 1/6 മാത്രം. അടുത്തത് ഇതും HSN ചോദ്യമായിരുന്നു. ഭൂമിയെ അപേക്ഷിച്ച് 0.9 c പ്രവേഗത്തിൽ പോകുന്ന ബഹിരാകാശ വാഹനത്തിൽ അതിന്റെ ആക്സിസിന് സമാന്തരമായി 6 ഫീറ്റ് നീളമുള്ള ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാളുടെ നീളം ഭൂമിയിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു പേടകത്തിലൂടെ ഒരു പേടകം സഞ്ചരിക്കുന്നുണ്ട്, അതിലൊരാളുണ്ട്, ആള് കിടക്കുകയാണ്. ആളുടെ നീളം 6 അടിയാണ്. ഓക്കെ, 6 ഫീറ്റിലാണ് ഒരാൾ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇതിന്റെ സ്പീഡ് എത്രയാണ്? 0.9 c ആണ് ഇത് സഞ്ചരിക്കുന്ന, ഈ പേടകം സഞ്ചരിക്കുന്ന വേഗത. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഭൂമിയിൽ നോക്കുമ്പോൾ ഇതെന്താണ്? റിലേറ്റിവിസ്റ്റിക് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഇയാളുടെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് കുറയല് ചെയ്യും. ലെങ്ത് കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക. ആണല്ലോ, ലെങ്ത് കോൺട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ 6 അടി എന്തായാലും ഉണ്ടാവില്ല. അത് എന്തായാലും ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് കിട്ടും. അതുപോലെ ലെങ്ത് കൂടുകയാണ് ചെയ്യുക, അല്ല. ബിയും അല്ല എന്ന് കിട്ടും. അത് ഇവിടെ തന്നെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും എയും ബിയും അല്ല. ഇനി ഡി ആണോ സി ആണോ എന്നാണ് നോക്കേണ്ടത്. അത് നോക്കാം. 2 ഓപ്ഷൻ പോയി കിട്ടിയല്ലോ. അപ്പൊ ലെങ്ത് കോൺട്രാക്ഷന്റെ ഇക്വേഷൻ എന്താ? L ഈക്വൽ ടു L0 റൂട്ട് 1 - v²/c². ഇതാണ് ഇക്വേഷൻ. ഇതില് L0 പ്രോപ്പർ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 6 ഫീറ്റ് ആണ്. നമുക്കിവിടെ യൂണിറ്റ് ഒന്നും മാറ്റണ്ട, കാരണം ഓപ്ഷനിലൊക്കെ ഫീറ്റ് തന്നെ തന്നുകൊണ്ട്. അപ്പം L0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. വിയുടെ വാല്യൂ എത്രയാണ്? 0.9 c ആണ്. അപ്പൊ ഈ v/cയുടെ വാല്യൂ എത്ര വരും? v/c ചെക്ക് ചെയ്യുമ്പോൾ v/c നോക്കുകയാണെങ്കിൽ v 0.9 c അതുകൊണ്ട് v/c 0.9 ആണ് വരിക. അതുകൊണ്ട് v²/c² വാല്യൂ എത്ര വരും? ആ ടേം 0.81 വരും അല്ലേ? ഓക്കെ, ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ റൂട്ട് ചെയ്യുമ്പോൾ L ഈക്വൽ ടു L0ന്റെ വാല്യൂ എത്രയാണ്? 6. അപ്പൊ 6 ഇൻറ്റു റൂട്ട് ഓഫ് 1 - 0.81. 1 - 0.81 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 ഇൻറ്റു റൂട്ട് 0.19 അല്ലെങ്കിൽ റൂട്ട് 2 എന്ന് അപ്രോക്സിമേറ്റ്ലി എടുത്തോളൂ. എത്ര വരിക? അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ വാല്യൂ വരിക എത്രയാ? 6 ഇൻറ്റു റൂട്ട് 0.19 എന്ന് പറയുമ്പോൾ ഏകദേശം 0.43 ഒക്കെയാണ് വരുന്നത്. 0.4 ഒക്കെ അസ്യൂം ചെയ്യാം. 0.43 അതിന്റെ വാല്യൂ വരിക ചെയ്ത് നോക്കുമ്പോൾ 2.6 ഫീറ്റ് ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? L ഈക്വൽ ടു ലെങ്ത് കോൺട്രാക്ഷൻ ഇക്വേഷൻ L ഈക്വൽ ടു L0 റൂട്ട് ഓഫ് 1 - v²/c². അപ്പൊ അതിന് തന്നെ v/c കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇതിലിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. അപ്പോൾ അത് ഫസ്റ്റ് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക? v²/c² ആദ്യം കാണാം. അപ്പം v/c 0.9 കിട്ടും. അപ്പോൾ v²/c² 0.81. 1 - 0.81 പറഞ്ഞാൽ 0.19. അപ്പോൾ റൂട്ടിനുള്ളിൽ 0.19 ചെയ്യുമ്പോൾ ഏകദേശം 0.43 ആണ് വരിക. 6 ഫീറ്റ് തന്നിട്ടുണ്ട് L0ന്റെ വാല്യൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഭൂമിയിൽ നിന്ന് ഇയാളെ മെഷർ ചെയ്യുമ്പം അയാളുടെ ലെങ്ത് എത്രയേ കാണുള്ളൂ?
2.6 ഫീറ്റ് മാത്രമേ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കാണുള്ളൂ. അതായത് ലെങ്ത് കുറഞ്ഞു. ആദ്യം നോർമലി ശരിക്കുള്ള എത്രയാണ് 6 അടി ആയിരുന്നു. പക്ഷെ നമ്മൾ ഇവിടുന്ന് അളക്കുന്ന സമയത്ത് എത്രയേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? 2.6 ഫീറ്റ് ആയിരിക്കും അയാളുടെ ലെങ്ത് ഉണ്ടാവുക, നീളം ഉണ്ടാവുക. അടുത്തത് നോക്കൂ. ഇത് കാണുമ്പോൾ വലിയ ചോദ്യമാണ്, പക്ഷെ ആ ലോജിക്ക് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ചോദ്യമാണ്. ഇത് ഈ കഴിഞ്ഞ HSI 2025 HSI ചോദ്യമാണ്. 100 മീറ്റർ നീളമുള്ള ഒരു ഭാവി ബഹിരാകാശ കപ്പൽ 0.6 വേഗതയിൽ ഭൂമിയെ കടന്നു പോകുന്നു. ഓക്കെ, അപ്പൊ വണ്ടിയുടെ സ്പേസ്ഷിപ്പിന്റെ നീളം തന്നിട്ടുണ്ട് 100 മീറ്റർ. അത് സഞ്ചരിക്കുന്നത് 0.c വേഗതയിലാണ്. ഓക്കെ, കപ്പലിനുള്ളിൽ ഇരിക്കുന്ന കമാൻഡർ ലെയ്റ. ഓക്കെ, ലെയ്റ കപ്പലിന്റെ മുഴുവൻ നീളം 100 മീറ്റർ നീളവും അഭിമാനത്തോടെ രേഖപ്പെടുത്തുന്നു. അപ്പം അതിന്റെ മൊത്തം നീളം, ആ സ്പേസ്ഷിപ്പിന്റെ നീളം എത്രയാണ്? 100 മീറ്റർ ആണ്. അതായത് L0ന്റെ വാല്യൂ 100 ആണ്. അതേസമയം ഭൂമിയിലെ ഒരു നിരീക്ഷണാലയത്തിൽ നിന്ന് വീക്ഷിക്കുന്ന ഡോക്ടർ റേ കപ്പലിന്റെ നീളം സ്വന്തമായി അളക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഡോക്ടർ റേ എവിടെയാണ്? ഭൂമിയിലാട്ടോ. ഭൂമിയിൽ റേ നോക്കുന്ന സമയത്ത് ഇത് എന്താണ്? റിലേറ്റിവിസ്റ്റിക് സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഇതിന്റെ നീളം ഈ 100 മീറ്റർ തന്നെയാണ് മെഷർ ചെയ്യുക? അല്ല, നീളം കുറവായിട്ടാണ് കാണുക. കാരണം എന്താ? ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കും. അത് ഈ ലോജിക്ക് ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ ഡോക്ടർ റേ നടത്തിയ നിരീക്ഷണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും മികച്ചത്? നോക്കൂ, ഡോക്ടർ റേ 100 മീറ്ററിൽ കൂടുതൽ അളക്കുന്നു. ഇതാണ് നമുക്കറിയാം എന്താ? ലെങ്ത് കുറയാണ് വേണ്ടത്. അപ്പൊ എന്തായാലും ഡോക്ടർ റേ അളക്കുമ്പോൾ ഒന്നെങ്കിൽ അയാൾ അളന്ന് തെറ്റിയിട്ടുണ്ടാവും. സോ ഓപ്ഷൻ എ അല്ല, തെറ്റാണ്. 100 മീറ്ററിനേക്കാൾ കുറയാണ് വേണ്ടത്. ബി നോക്കൂ, ഡോക്ടർ റേ കൃത്യമായി 100 മീറ്ററിൽ കൂടുതൽ അളക്കുന്നു. കാരണം നീളം വസ്തുവിന്റെ ഒരു ആന്തരിക സ്വത്താണ്. ഏതാ? ആണോ? അത് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് അളന്നപ്പോഴും 100 കിട്ടി, ലെയർ അളന്നപ്പോൾ 100 കിട്ടി. ആണോ? അല്ല, തെറ്റാണ്. ബി തെറ്റാ. സി നോക്കൂ, ഡോക്ടർ റേ 100 മീറ്റർ താഴെ അളക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ കപ്പൽ ചലിക്കുകയും, അതായത് ഇവിടുത്തെ കപ്പൽ ഉദ്ദേശിക്കുന്നത് ഈ സ്പേസ്ഷിപ്പ് ആട്ടോ, അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ആയതുകൊണ്ട്, ചലിക്കുകയും നീളം സങ്കോചത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. ഈ നീള സങ്കോചം എന്നൊക്കെ പറയുമ്പോഴേ ലെങ്ത് കോൺട്രാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഈ മലയാളത്തിലായതുകൊണ്ടാണ്. അവ ഏതാണ് ആൻസർ വരുന്നത്? ശരിയല്ലേ? സി അല്ലേ വരിക? അതായത് ഡോക്ടർ റേ അളക്കുമ്പോൾ 100 മീറ്ററിനേക്കാൾ താഴെയുള്ള അളവാണ് ലഭിക്കുക. അതിന്റെ വാല്യൂ നീ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ √1 - v²/c² ഒക്കെ ഇട്ട് ചെയ്യാം. അതായത് L=L0ന്റെ വാല്യൂ എത്ര? 100 മീറ്റർ ആണ്. 100 × √1 - v²/c². അപ്പൊ v/c വാല്യൂ എത്രയാണ്? 0.6 ആണ്. അപ്പൊ 1 - v²/c² ആണ്. v²/c² എത്ര വരും? 0.36 വരും ഇല്ലേ? 0.6 ആകുമ്പോ 0.36. 1 - 0.36 പറഞ്ഞാൽ എത്ര? .64 അല്ലേ വരിക? അല്ലേ? 0.64. അപ്പം √0.64 പറയുമ്പോൾ എത്ര വരും? 0.64ന്റെ റൂട്ട് 8 ആണല്ലോ. അപ്പോൾ 0.8 അല്ലേ വരിക? അല്ലേ? 0.8 ആണ് വരിക. അപ്പൊ 100 × 0.8 പറഞ്ഞാൽ എത്ര കിട്ടും? 100 × 0.8 പറഞ്ഞാല് 80 ആണ് വരിക. അപ്പൊ ശരിക്ക് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്ന് പറഞ്ഞുള്ളൂ. റേ മെഷർ ചെയ്യുമ്പം 80 മീറ്റർ ആയിരിക്കും ആ സ്പേസ്ഷിപ്പിന്റെ നീളം. ശരിക്കുള്ളത് എത്രയായിരുന്നു? ശരിക്കുള്ളത് 100 ആണ്. പക്ഷെ ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ 80 കാണുള്ളൂ. കാരണം എന്താ? ഇവിടെ ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ സി ആണ് ആൻസർ. അടുത്ത് നോക്കൂ, ഒരു ബഹിരാകാശ പേടകം 0.8c വേഗതയിൽ ഭൂമിയിലേക്ക് നേരിട്ട് നീങ്ങുന്നു. ഇവിടെ c എന്നത് പ്രകാശ വേഗതയാണ്. അത് സ്വന്തം ഫ്രെയിമിൽ f=1 × 10⁹ ഹെർട്സ് ആവൃത്തിയിലുള്ള ഒരു റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുന്നു. ഭൂമിയിലെ നിരീക്ഷകൻ അളക്കുന്ന സിഗ്നലിന്റെ ആവൃത്തി. ഇത് ശരിക്ക് നമ്മൾ വേവ്സിൽ പഠിക്കുന്നതാണ്. ഡോപ്ലർ എഫക്റ്റ് പഠിക്കുന്നുണ്ട് ഇല്ലേ? അവിടെ വരുന്ന റിലേഷൻ ആണ്. ഇവിടെ ഏതാണ് വരിക? ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഡോപ്ലർ എഫക്റ്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അതെന്താ? പറയൂ. റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ്, അതിന്റെ ഇക്വേഷൻ പറയൂ. F ഒബ്സർവർ, FO =
എഫ് ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് എഫ് എസ് ഇൻറ്റു റൂട്ട് ഓഫ്, പിന്നെ ഇതെന്താണ് ലൈറ്റ് ഇങ്ങോട്ടല്ലേ വരുന്നത് അല്ലേ, ഭൂമിയിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് മുകളിൽ 1+ ആണ് വരിക. 1+ ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ. ഇനി എവയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് അകന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ റൂട്ട് ഓഫ് 1 മൈനസ് ബീറ്റയും താഴെ 1+ ബീറ്റ വരും. അപ്പൊ എന്തായാലും എഫ് ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു റൂട്ട് ഓഫ് 1+ ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ. ഇതിൽ ബീറ്റന്റെ വാല്യൂ നമുക്ക് അറിയാലോ, ബീറ്റ പറഞ്ഞാൽ എന്താ, വി ബൈ സി ആണ് ബീറ്റ. അത് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഭൂമിയിലെ നിരീക്ഷകൻ അളക്കുന്ന സിഗ്നലിന്റെ ആവൃത്തി. അപ്പം ഒബ്സർവറിന്റെ ഫ്രീക്വൻസി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ റിലേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ സോഴ്സ് എഫ് എസ് എത്രയാണ്, എഫ് എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയാ, 1 ഇൻറ്റു 10⁹ ഹേർട്സ് തന്നിട്ടുണ്ട്. നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് വരും നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ബീറ്റ കണ്ടുപിടിക്കുക. ബീറ്റ എന്ന് പറഞ്ഞാൽ വി ബൈ സി. അപ്പം ഇവിടെ വെലോസിറ്റി എത്രയാണ്, 0.8 സി ആണ്. അപ്പൊ വി ബൈ സി പറയുമ്പോൾ 0.8 ആണ് ബീറ്റയുടെ വാല്യൂ വരിക. അങ്ങനെയെങ്കിൽ 1+ ബീറ്റ എത്ര വരും, 1+ ബീറ്റ പറഞ്ഞാൽ 1.8 വരും. 1 മൈനസ് ബീറ്റ ചെയ്യുമ്പം 0.2 വരും. അത് 1 മൈനസ് 0.8 ആണ് 0.2. അപ്പൊ ഈ റേഷ്യോ 1+ ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ ചെയ്യുമ്പോൾ 1.8 ബൈ 0.2. 1.8 ബൈ 0.2 പറഞ്ഞാൽ എത്രയാ, ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ ആൻസർ എത്ര വരും, 9 ആണല്ലോ കിട്ടുക അല്ലേ, 9 ആണ് വരിക. അപ്പം നമുക്ക് ആ റൂട്ടിന്റെ ഉള്ളിൽ കിട്ടി. അപ്പൊ റൂട്ട് നമുക്ക് വേണ്ട എന്താണ്, എഫ് ആണ് വേണ്ടത്. അപ്പൊ എഫ് ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു റൂട്ട് ഓഫ് 1+ ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ. അപ്പൊ റൂട്ട് 9 എന്ന് വരും. റൂട്ട് 9ന്റെ വാല്യൂ എത്രയാണ്, 3 അല്ലേ. അപ്പൊ 3 എഫ് എസ് എന്ന് വരും. അതാണ്. അപ്പൊ നോക്കുക, എഫ് എസ് എത്രയാണ്, 1 ഇൻറ്റു 10⁹ അല്ലേ. അപ്പൊ 3 ഇൻറ്റു 10⁹ ഹെർട്സ് ആണ് ഒബ്സർവറിന്റെ ഫ്രീക്വൻസി വരിക അല്ലെ. അപ്പൊ ആ റേഡിയോ സിഗ്നല് അവരയച്ച റേഡിയോ ഫ്രീക്വൻസി എത്രയാണ്, 1 ഇൻറ്റു 10⁹ ആണെങ്കിൽ ഭൂമിയിൽ നിന്ന് നമ്മൾ അത് ആ സിഗ്നൽ അളക്കുമ്പോൾ അതിന്റെ വാല്യൂ വരെ എത്രയാണ്, 3 ഇൻറ്റു 10⁹ ഹെർട്സ് ആയിരിക്കും, ഡ്യൂ ടു ഡോപ്ലർ എഫക്റ്റ് അല്ലേ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പൊ ഇക്വേഷൻ ഓർത്ത് വെക്കുക, എഫ് ഒബ്സർവർ ഈക്വൽ ടു എഫ് സോഴ്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1+ ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ. ഇത് ഈ സ്പേസ്ഷിപ്പ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി എവയാണെങ്കിൽ മുകളിൽ എന്ത് വരും, എഫ് ഒബ്സർവർ ഈക്വൽ ടു എഫ് സോഴ്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ബീറ്റ ബൈ 1+ ബീറ്റ എന്നാണ് അങ്ങനെ ആ സമയത്ത് വരേണ്ടത്. ഇതിപ്പം ഇത് ഓക്കെ അല്ലേ. അടുത്തത്, കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും. അപ്പൊ കുത്തനെ മുകളിലേക്ക് എറിഞ്ഞു. അപ്പൊ ഈ പന്ത് ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ട് എത്തി, തിരിച്ചെന്ത് അതേപോലെ തിരിച്ചു വന്നു വിചാരിക്കുക. ഓക്കെ, അതേ സ്ഥാനത്ത് തന്നെ തിരിച്ച് എത്തുകയാണെങ്കിൽ അതിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും. അപ്പൊ ഇവിടെ അതേ സ്ഥാനത്ത് തന്നെ എത്തിയെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് വരിക, എയിൽ നിന്ന് ബിയിലോട്ട് പോയി പിന്നെ തിരിച്ച് എയിലോട്ട് തന്നെ എത്തി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്താണ് വരിക, എസ് 0 ആണ് അല്ലേ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ, 0. ഇനി ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതഘർഷണം, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരി നോക്കാം. ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗതിക ഘർഷണം, അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ആട്ടോ. കൈനറ്റിക് ഫ്രിക്ഷൻ പ്രതലങ്ങളുടെ പരപ്പളവിനെ, ഏരിയനെ ആശ്രയിക്കുന്നു. എന്നാൽ സ്ഥിതഘർഷണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആശ്രയിക്കുന്നില്ല. നിങ്ങൾ പറ, കൈനറ്റിക് ആണെങ്കിലോ റോളിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതരം ഫ്രിക്ഷൻ ആണെങ്കിലും ഫ്രിക്ഷൻ ഫോഴ്സ് ഈ ഏരിയനെ, ആ സർഫസിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അവിടുത്തെ നോർമൽ ഫോഴ്സിനെയും അതുപോലെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂനെയും അതുപോലെ എന്നിനെയാണ് എന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എഫ് ഈക്വൽ ടു മ്യൂ എൻ അല്ലെ. എൻ എന്നുള്ളത് നോർമൽ ഫോഴ്സും മ്യൂ എന്നുള്ളത് അവിടുത്തെ ആ
കോഎഫിഷ്യന്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് വരിക. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ മ്യൂ എസ് വരും, കൈനറ്റിക് ആണെങ്കിൽ മ്യൂ കെ വരും. എന്താണെങ്കിലും അതായത് ഇവിടെ ഫ്രിക്ഷന്റെ വാല്യൂ ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? അവിടുത്തെ നോർമൽ ഫോഴ്സിനെയും അതുപോലെ ആ സർഫസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയാ, ഒരു റഫായ സർഫസ് ആണെങ്കിൽ അവിടെ എന്താണ് വരിക? ഫ്രിക്ഷൻ കൂടും. ഇനി നല്ല മിനുസുള്ള സർഫസ് ആണെങ്കിൽ അവിടെ എന്താണ്? മ്യൂയുടെ വാല്യൂ കുറയും. അതായത് അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയാണ് ചെയ്യുക, ആണല്ലോ. അപ്പം ഇവിടെ ഏരിയ ആണ് പറഞ്ഞത്. അത് പരപ്പളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2 നോക്കൂ. ഗതിക ഘർഷണം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല, എന്നാൽ സ്ഥിത ഘർഷണം ആശ്രയിക്കുന്നു. ഇല്ലല്ലോ. അത് ഏത് ഘർഷണമാണെങ്കിലും, ഇപ്പൊ സ്റ്റാറ്റിക് ആണെങ്കിലും കൈനറ്റിക് ആണെങ്കിലും സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി 3 നോക്കൂ. ഗതിക ഘർഷണവും സ്ഥിത ഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നു. ഇത് രണ്ടും ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് അല്ല, ആ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 4 നോക്കൂ. ഗതിക ഘർഷണവും സ്ഥിത ഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. യെസ്, 4 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അപ്പൊ ഇവിടെ 4 പറഞ്ഞ് ഡി കറുപ്പിക്കാൻ നിൽക്കരുത്. ശരിക്കും നോക്കുക, എന്താ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏതാണ്? എ ഓപ്ഷൻ ആണ്. അപ്പോ ആൻസർ എ ആണ് വരുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ സർഫസിന്റെ പരുപരപ്പിനെ അല്ലെങ്കിൽ എന്താ പറയാ റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവിടുത്തെ നോർമൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗുരുത്വ ത്വരണത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ എന്താ പറയാ ജീന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ കുറിച്ച്. അതിന്റെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ജി ഉയരം കൂടുന്നതനുസരിച്ച് കൂടുന്നു. കൂടുവോ? ഇല്ല, കുറയാണ്. അടുത്തത് ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതനുസരിച്ച് കുറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതനുസരിച്ച് കൂടുന്നു. കൂടാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞു മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഭൂമിയുടെ സർഫസിൽ മുകളിലോട്ട് പോവുകയാണെങ്കിലും താഴോട്ട് പോവുകയാണെങ്കിലും ജിയുടെ വാല്യൂ കുറയാണ് ചെയ്യുക. സർഫസിലാണ് മാക്സിമം വാല്യൂ വരുന്നത്. പിന്നെ ഭൂമിയുടെ സെന്ററിൽ 0 ആണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4 നോക്കൂ. ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതനുസരിച്ച് കുറയുന്നു. യെസ്, ശരിയാണ്. അപ്പൊ 2ാമത്തതും 4ാമത്തുമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. സി. അടുത്തത് തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ് വരാം? ഫണ്ടമെന്റൽ ഫോഴ്സ് തന്നിരിക്കുന്നതിൽ ഒന്നാമത്തത് ഭൂഗുരുത്വ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? അതാണ് കറക്റ്റ്. പിന്നെ ഇലാസ്റ്റിക് ഫോഴ്സ്, അതൊന്നുമല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണോ? അതുമല്ല. പുനഃസ്ഥാപന ബലം, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണോ? അതുമല്ല. ആൻസർ വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നോക്കൂ. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? സ്ഥിതികോർജം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? പി ഈക്വൽ ടു എം ജി എച്ച് ആണ്. എച്ച് ആയിട്ടുള്ള ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എം ജി എച്ച് ആണ് വരിക. അല്ലേ? ഇവിടെ മാസ് എത്രയാണ്? 0.2 കിലോഗ്രാം ആണ്. ജിയുടെ വാല്യൂ 10 ആണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എച്ചിന്റെ എത്രയാണ്? 1 മീറ്റർ ആണ് ഹൈറ്റ്. അപ്പൊ 10 × 0.2 എത്രയാ? 2 ജൂൾ ആണ് നമ്മുടെ ആൻസർ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. അപ്പൊ സി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചത്. എന്തായാലും മീറ്റർ എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ലേ? ആണ്. അടുത്തത് പ്രകാശവർഷം ആണ്, ലൈറ്റ് ഇയർ ആണ്, അതുപോലെ പാർസെക് ഒക്കെ ആണ്. ട്രീ എന്താ പറയുന്നത്? കാൻഡില. കാൻഡില ആണോ? അല്ല. കാൻഡില ഏതിന്റെ യൂണിറ്റ് ആണ്? കാൻഡില ഏതിന്റെ യൂണിറ്റാ? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില. ആൻസർ 1, 2 വരുന്നതാണ് ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ദൂരത്തിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പൊ അത് വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് സിമ്പിൾ ചോദ്യം.
ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലനനിയമം ഏത്? ലോ ഓഫ് ഇനർഷ്യ. കണ്ണുമുട്ടി ആൻസർ ചെയ്യാം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ഒന്നാമത്തത് എ ആണ് ആൻസർ. ന്യൂട്ടന്റെ ഒന്നാം ചലനനിയമമാണ് ലോ ഓഫ് ഇനർഷ്യ വരുന്നത്. അടുത്തത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന ശരിയായ ഏതാ? റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അത് വേറെ ഇത് ചോദ്യം നോക്കാം. ജീനെ സംബന്ധിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അതായത് പോൾസിൽ ജിയുടെ വാല്യൂ മാക്സിമം ആണെന്ന് പറയുന്നത് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് ഭൂമധ്യരേഖ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഇല്ല. ഇക്വറ്റോറിയൽ റീജിയനിൽ ജിയുടെ വാല്യൂ കുറവാണ് വരിക. അതുപോലെ ഇനിയിപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കാര്യം ചോദിച്ചാൽ പോളിലാണ് മാക്സിമം വാല്യൂ, ഇക്വേറ്ററിൽ നമുക്ക് എന്ത് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം വാല്യൂ ആണ് വരുന്നത്. ദെൻ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. അത് ശരിയാണ്, നമ്മൾ പറഞ്ഞു അല്ലേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവട്ടെ, ഇതെല്ലാം എർത്തിന്റെ സെന്ററിൽ എന്താണ് 0 ആണ്. അപ്പോൾ 1ഉം 3ഉം വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പം ഇക്വേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ പഠിച്ചു. ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ? ഇവിടെ ജി എന്നുള്ളത് എന്താ, ഇതിപ്പോ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് വരിക ജി. ദെൻ എം എന്താണ്, എർത്തിന്റെ മാസ് ആണ്. ദെൻ ആർ എന്നുള്ളത് റേഡിയസ് ആണ് വരിക, എർത്തിന്റെ റേഡിയസ്. നമുക്കറിയുന്ന കാര്യമാണ്. ഈ ജി എന്നുള്ളത് എന്തിന് ഇൻവേഴ്സ് ആണ്? ജി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഈ റേഡിയസ് കുറഞ്ഞാൽ അവിടെ ജിയുടെ വാല്യൂ കൂടും. അത് നമ്മൾ ഭൂമിയുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റോറിയൽ ലെങ്ത് ആണെന്ത്, അല്ലെങ്കിൽ ഈ റേഡിയസ് അല്ല, ഇക്വിറ്റോറിയൽ റീജിയനിലാണ് ലെങ്ത് ഭൂമിയുടെ റേഡിയസ് കൂടുക, അല്ലെങ്കിൽ ഇക്വിറ്റോറിയലാണ് കൂടുതൽ ഉണ്ടാവുക. പോളിനെ കമ്പയർ ചെയ്യുമ്പോൾ പോളിന്റെ ലെങ്ത് റേഡിയസ് എന്താണ്, RP കുറവാണ് അല്ലേ? അപ്പൊ RP പോളിലെ റേഡിയസ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ പോൾസിലായിരിക്കും ജിയുടെ വാല്യൂ മാക്സിമം വരിക. അതുപോലെ ഇക്വിറ്റോറിയലിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഈ പോളിനെ വെച്ച് നോക്കുമ്പോൾ ഇക്വിറ്റോറിയലിൽ എന്താണ് ജിയുടെ വാല്യൂ കുറവാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഫോഴ്സിന്റെ കാര്യം ചോദിച്ചാൽ, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കാര്യം ചോദിച്ചാലും അല്ലെങ്കിൽ പോൾസിലാണ് എന്ത് നമ്മുടെ എഫിന്റെ വാല്യൂ, ഗ്രാവിറ്റേഷൻ വാല്യൂ കൂടുതൽ ഉണ്ടാവുക. ഇക്വിറ്റോർ റീജിയനിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെ അതുപോലെ ഭൂമിയുടെ സെന്ററിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ജി ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലും ഒക്കെ എന്താണ് 0 ആണ്. ഇനിയിപ്പോ വെയിറ്റ് ചോദിക്കുകയാണെങ്കിലോ, നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ജി, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ വെയിറ്റ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്താണ്, ഒരേ ബിഹേവിയർ തന്നെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, പോൾസിലും ഏതൊക്കെ കൂടുതലാണ്, ജിയും കൂടുതലാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലാണ്, WT അല്ലെങ്കിൽ വെയിറ്റും കൂടുതലാണ്. പിന്നെ ഇതിന്റെ വാല്യൂ ഒക്കെ എർത്തിന്റെ സെന്ററിൽ 0 ആണ്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും അത് ആൻസർ ചെയ്യാം. അടുത്ത് നോക്കൂ. H ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? അവർ h ഹൈറ്റിൽ നിന്ന് താഴോട്ട് പോകുന്നു, അതായത് h/2 എത്തി. ഇതാണ് h/2. ഇവിടെ നിന്ന് താഴോട്ട് പതിച്ച ഒരു ഒബ്ജക്റ്റ്. അപ്പൊ ഈ പകുതി ദൂരത്തിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്താണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, mgh ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. മറ്റേതും അതുപോലെ ½ mv² കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും നോക്കൂ, ഇത് ആൻസർ വരിക 1:1 ആണ്. രണ്ടും സെയിം ആയിട്ട് തന്നെ വരിക. രണ്ടും mgh/2 ആണ് രണ്ടിന്റെയും വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇത് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇവിടെ നിന്ന് ലൈറ്റ് ആണ് നോക്കുക. ഇതിപ്പോ h/2 ആണല്ലോ. അപ്പൊ ഇവിടെയാണ് ഒബ്ജക്റ്റ് കിടക്കുന്നത്. അപ്പൊ ഇത്രയായിട്ട് h/2 ആണ്. അപ്പൊ m×g×h/2 ആണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി കൈനറ്റിക് എനർജിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം?
കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇതിൽ വി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൈനമാറ്റിക് ഇക്വേഷൻ, മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ അറിയാലോ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, ഇത് യൂസ് ചെയ്താൽ മതി. ഇവിടെ എന്താണ് വി സ്ക്വയർ പറഞ്ഞാൽ യു സ്ക്വയർ, ഇപ്പൊ മുകളിൽ നിന്ന് ഇട്ടതാണല്ലോ, ആ മുകളിൽ അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, യു 0 ആണ്. അപ്പൊ 0 പ്ലസ് പിന്നെ 2, ഇനി എയുടെ വാല്യൂ എന്താ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ വരിക, അപ്പൊ ജി ആണ് വരിക. ദെൻ പിന്നെ എന്താണ് എസിന്റെ വാല്യൂ, പകുതി ദൂരം സഞ്ചരിച്ചത്, അതുകൊണ്ട് h/2 ആണ് ഡിസ്റ്റൻസ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ, ഈ 2 കട്ടായി വി സ്ക്വയറിന്റെ വാല്യൂ എത്ര കിട്ടി, GH കിട്ടി. അപ്പൊ GH ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ എത്ര വരും, ഹാഫ് എം GH വരും. അപ്പൊ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അപ്പൊ രണ്ടിന്റെയും റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ എന്താ, കൈനറ്റിക് എനർജി വരുന്നത് ഹാഫ് mgh ആണ്, അതായത് mgh/2 ആണ്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി, അതെന്താണ് mgh/2 ആണ്. പിന്നെ റേഷ്യോ എന്താണ്, 1:1 ആണ്. കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്ന വേണ്ട, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അതിന്റെ വാല്യൂ എന്താ, പകുതി ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എന്താ ഈക്വൽ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. അടുത്ത് നോക്കൂ, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം എന്താണ്, അഭികേന്ദ്ര ബലം, അവകേന്ദ്ര ബലം. എയും ബിയും അല്ല, എയും ബിയും ശരിയാണ്. ഈ അഭികേന്ദ്രം മലയാളം കൊടുത്തുകൊണ്ട് പറയണം. അഭികേന്ദ്രം പറഞ്ഞാൽ എന്താ, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് അഭികേന്ദ്ര ബലം. അപകേന്ദ്ര ബലം എന്നുള്ളത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. നമ്മൾ സ്യൂഡോ ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അപകേന്ദ്ര ബലം. നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഏതാ, ചന്ദ്രന് അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങാനുള്ള കാരണം എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണമാണ് അല്ലേ. അപ്പം അഭികേന്ദ്ര ബലാണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. അഭികേന്ദ്ര ബലം mv²/r. നോക്കൂ അടുത്തത്, ഭൂഗുരുത്വാകർഷണ ത്വരണം മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്, ജിയുടെ വാല്യൂ ഏറ്റവും ഉയർന്നിരിക്കുന്നത് നോക്കൂ, ഭൂമിയുടെ കേന്ദ്രത്തിലാണോ, കേന്ദ്രത്തിൽ 0 ആണ് വരിക, അല്ല. ധ്രുവ പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞു റേഡിയസ് കുറവായത് കൊണ്ട് തന്നെ അവിടെ എന്ത്, ജിയുടെ വാല്യൂ മാക്സിമം വരും. അപ്പൊ അത് ബി കറക്റ്റ് ആണ്. സിയിൽ എന്താ പറയുന്നത്, ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ അല്ല, അവിടെ കുറവല്ല. കാരണം എന്താ, അവിടെ ലെങ്ത് റേഡിയസ് എന്താണ്, ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതലായതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ കുറവാണ് വരിക. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് h ഉയരത്തിൽ നമുക്ക് എച്ചിന്റെ വാല്യൂ അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ജിയുടെ വാല്യൂ എന്താണ് ചെയ്യുക, കുറയാണ് ചെയ്യുക. അതുപോലെ താഴോട്ട് പോകുന്തോറും ജി കുറയാണ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്. പോളാർ റീജിയനിലാണ് ജിയുടെ വാല്യൂ മാക്സിമം. റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത്, സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്. സമവർത്തുള ചലനം എന്ന് പറഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷനാണ് കൊടുത്തിട്ടുള്ളത്. യൂണിഫോം സർക്കുലർ മോഷനിലെ മാറ്റമില്ലാതെ തുടരുന്ന ഏതാണ്, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് നോക്കുക, നമ്മൾ തെറ്റിയിരിക്കാൻ പാടില്ല. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇപ്പം സംഭവം എന്താ, 5 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വെലോസിറ്റി എന്താണ്, അത് വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ ഇത് ഓരോന്നും എന്താണ്ടോ, അത് ഓരോ മൊമെന്റിലും ഇതിന്റെ വെലോസിറ്റി വെക്ടർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ മാറുന്നുണ്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എന്ത്, വെലോസിറ്റി യൂണിഫോം സർക്കുലർ മോഷനിൽ അത് വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്പീഡ് എന്താണ്, വേഗത എന്താണ്, അത് സെയിം ആണ്, അതിന് മാറ്റം ഇല്ല. മനസ്സിലായല്ലോ. ഇവിടെ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡാണ് വേരി ചെയ്യാത്തത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അതേസമയം വെലോസിറ്റി എന്താണ്, വേരി ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എന്താ, അത് ഓരോ ടാൻജൻഷ്യൽ ആയിട്ടാണ് അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്, ഡയറക്ഷൻ മാറുന്നത് കൊണ്ട്. പിന്നെ വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി മാറുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ത്വരണം ആക്സിലേഷൻ മാറില്ലേ, എ മാറും. അതുപോലെ വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ മൊമെന്റം m×v അത് മാറില്ലേ, അതും മാറും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, വേഗതയാണ്. അടുത്തത്, ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന്റെ എത്ര മടങ്ങായിരിക്കും.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ 1/4 ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ്. ഓക്കെ, അതായത് റേഡിയസ് തന്നിട്ടുള്ളത് എത്രയാണ്? r/2 ആണ്. ഭൂമിയുടേതിന്റെ പകുതിയാണ് തന്നിട്ടുണ്ട്. സോറി, പകുതിയല്ല, 1/4 എന്നല്ല പറഞ്ഞു. r/4 ആണ് റേഡിയസ്. ദെൻ ആ ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണ്. മാസ് തന്നിട്ടുള്ളത് ഭൂമിയുടേതിന്റെ പകുതിയാണ്, m/2 ആണ് തന്നത്. അങ്ങനെയെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന്റെ എത്ര മടങ്ങായിരിക്കും? കണ്ടുപിടിക്കാം. ഗുരുത്വാകർഷണ ത്വരണം G(m/r) അല്ലേ? ഇതാണ് എർത്തിൻ്റെത്. അത് നമുക്ക് ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ഗ്രഹത്തിന്റെ കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്താൽ മതി? ആ ഗ്രഹത്തിന്റെ G' എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. എമ്മിന്റെ വാല്യൂ എത്രയാണ്? പകുതിയല്ലേ, m/2 അല്ലേ പറഞ്ഞത്? പകുതിയായി, m/2. ആറിന്റെ വാല്യൂ എത്രയാണ്? G(m/r) അല്ലേ, G(m/r²) അല്ലേ? r/2 സ്ക്വയർ. r/2 അല്ല, സോറി, r/4 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ G'(m/r²) അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഡിനോമിനേറ്ററിൽ ആർക്ക് വരും? ആ m/2ന്റെ /2 താഴത്ത് വരും, 2 വരും. പിന്നെ ഏത് വരും? r²/16 എന്നാണ് വരിക. 4ന്റെ സ്ക്വയർ എന്നല്ല വരിക, 16. ആ 16 മുകളിൽ വരും. അപ്പൊ 16/2 ചെയ്യുമ്പോൾ മുകളിൽ 8. അതായത് ഈ G(m/r²) എന്താ? എർത്തിന്റെ ആണല്ലോ. അപ്പം 8G ആണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഇതിന്റെ 8 മടങ്ങായിരിക്കും ആ ഗ്രഹത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അപ്പം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ G=Gm/r². അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത്, ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം. അപ്പൊ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ ഒരു വസ്തുവിലെ ബലം എത്രയായിരിക്കും? പറയൂ. നമുക്കറിയാം അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകാനാണല്ലോ അവിടെ ബലം നമുക്ക് കിട്ടുക. ഇവിടെ എന്താ? ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. അതായത് ഞാനിപ്പോ ഇവിടുന്ന് 5 ന്യൂട്ടൺ ബലം അങ്ങോട്ട് റൈറ്റിലോട്ട് അപ്ലൈ ചെയ്തു. ലെഫ്റ്റിൽ നിന്നും അതേപോലെ ഞാൻ 5 ന്യൂട്ടണ് തിരിച്ചും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്താ? ഇത് രണ്ട് ബാലൻസ്ഡ് കണ്ടീഷനിലല്ലേ? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എത്രയാണ് വരിക? 0 ആണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് ഉണ്ടാവുക. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടുമാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആണ് വരിക. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ഏത്? ടൈം. യെസ്, സമയം. വ്യാപ്തം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, അല്ല ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. വ്യാപ്തം വോളിയം എന്ന് പറയുമ്പോൾ മാസ് ബൈ വ്യാപ്തം പറഞ്ഞാൽ സോറി, വ്യാപ്തം പറഞ്ഞാൽ വോളിയം അല്ലേ? അപ്പം ലെങ്ത്തിന്റെ 3 മടങ്ങാണ്, ക്യൂബ് വരും. അപ്പൊ അതല്ല. സാന്ദ്രത അറിയുമ്പോൾ മാസ് ബൈ വോളിയം, അതല്ല, അതും ഡിറൈവ്ഡ് ആണ്. ദെൻ മർദ്ദം, പ്രഷർ, അത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ അതുമല്ല. അപ്പോൾ അടിസ്ഥാന അളവ് സമയമാണ്. അതായത് അടിസ്ഥാന അളവ് പറയുമ്പോൾ അതായത് മാസ്, ലെങ്ത്, ടൈം ഒക്കെ എന്താണ്? അതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അടുത്ത നോക്കൂ. എ ക്രിക്കറ്റ് പ്ലെയർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് ബോൾ. ഓക്കെ, ഒരാൾ ക്രിക്കറ്റ് താരം ക്യാച്ച് പിടിക്കുന്ന സമയത്ത് കൈ താഴ്ത്തുന്നു. വിച്ച് ന്യൂട്ടൺസ് ലോ ഈസ് ഡയറക്ട്ലി അപ്ലൈഡ് ആൻഡ് വൈ ഡസ് ദിസ് റെഡ്യൂസ് ഇഞ്ചുറി? അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താ? ഇപ്പൊ ഒരാള് ഇപ്പൊ ഒരു ക്യാച്ച് പിടിക്കാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ശരിക്കും ഏത് നിയമമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഏതാ? ഫസ്റ്റ് ലോ ആണോ? അല്ല. ഏതാ? സെക്കൻഡ് ലോ ആണ്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺസ് ലോ ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലോ ആണ് എന്ത് വരുന്നത്? ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്റെ റീസൺ എന്താ ചോദിച്ചാല് ഇവിടുത്തെ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയാണ് ഇവിടെ കാരണം അറിയാം നമുക്ക് ഫാസ്റ്റ് ബോൾ ആണ്, അപ്പൊ അത് നല്ല സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അത്രയും ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്താണ് നല്ല മൊമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഇമ്പൾസ് ഉണ്ടാവും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ആയാസപ്പെടുത്തുന്നത്. കാരണം സെക്കൻഡ് ലോ പ്രകാരം F=ma
dp/dt ആണ് അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് ടൈം കൂടുതൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മൊമെന്റം ചേഞ്ച് എന്താ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ അവിടെ ടൈം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ഫോഴ്സ് നമ്മളെ കയ്യിലേക്ക് വരുന്ന ഫോഴ്സ് കുറയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ക്യാച്ച് പിടിക്കുമ്പം അങ്ങനെ പിടിച്ച് നിൽക്കുന്ന പകരം നമ്മൾ എന്താ കുറച്ച് താഴോട്ട് കൈ കൊണ്ടുപോകുന്നത്. അപ്പൊ തെറ്റിപ്പോയത് സെക്കൻഡ് ലോ ആണ്. 29 നോക്കൂ. While coming to a stop, a cyclist skids 5 meter. The road exerts a 200 Newton force opposite to the motion. Determine the work performed by the road on the cycle. അപ്പം ഒരാള് സൈക്കിള് സ്റ്റോപ്പ് എന്താ പറയാ ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു വീണു, സൈക്കിൾ മറിഞ്ഞു വീണു. അങ്ങനെ മറിഞ്ഞു വീണ അയാള് 5 മീറ്റർ ദൂരത്തേക്കാണ് അയാള് തെറിച്ചു പോയത്. ഓക്കെ. The road exerts a 200 Newton force opposite to the motion. ഓക്കെ, അപ്പൊ ഇയാൾ മറിഞ്ഞത് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും പക്ഷെ ഫോഴ്സ് എന്ത് എക്സേർട്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ, 200 ന്യൂട്ടനാണ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാൻ. വർക്ക് എന്താണ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഈ സൈക്കിളിന്റെ മേലിൽ ഉണ്ടായ ഫോഴ്സ് എത്രയാണ് വരിക? എന്തായാലും നെഗറ്റീവാണ് വരിക. കാരണം എന്താ, ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ സൈക്കിളിൽ ഉണ്ടായ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലെ, നെഗറ്റീവാണ് വരിക. അപ്പൊ -200 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 5 അല്ലേ, 5 മീറ്റർ ആണ് പോയത്. അപ്പം 5 × 200 -1000 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്, -1000 ജൂൾ. അപ്പൊ -1000 ജൂൾ വരുന്നത് ഓപ്ഷൻ എ തെറ്റ്, ബി തെറ്റ്, സിയോ ഡിയോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത എന്താ പറയുന്നത്. ഹൗ മച്ച് വർക്ക് ഡസ് ദ സൈക്കിൾ ഡു ഓൺ ദ റോഡ്? ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? ഫസ്റ്റ് വർക്ക് പെർഫോം ബൈ ദ റോഡ് ഓൺ ദ സൈക്കിൾ. ആ സൈക്കിളിന്റെ മേലില് ഈ റോഡ് അപ്ലൈ പെർഫോം ചെയ്ത വർക്കാണ് ചോദിച്ചത്. അതാണ് എത്ര നമുക്ക് കിട്ടിയത്? -1000 കിട്ടിയത്, നെഗറ്റീവ് വർക്ക് കിട്ടിയത് ആണല്ലോ. ഇനി ഇവിടെ ചോദിച്ചാൽ എന്താ, സൈക്കിള് ഈ റോഡിന്റെ മുകളിൽ എത്ര വർക്ക് ചെയ്തു എന്ന് ചോദ്യം. ഇവിടെ സൈക്കിള് റോഡിന്റെ മുകളിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവുക അത് നോക്കൂ. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എന്താ പറയാം, അല്ലെങ്കിൽ നമുക്കറിയാം വർക്ക് ഈക്വൽ ടു F.D കോസ് തീറ്റ അല്ലെങ്കിൽ FS കോസ് തീറ്റ ആണ്. ഓക്കെ, FS കോസ് തീറ്റ അല്ലെങ്കിൽ FD കോസ് തീറ്റ. ഇവിടെ എന്താണ്, ഇപ്പൊ സൈക്കിളും ഭൂമി തമ്മിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് എന്താണ്, 90 ഡിഗ്രിയിലല്ലേ. അപ്പൊ കോസ് 90 വന്ന സ്വാഭാവികമായിട്ട് എത്രയാണ്? അത് 0 ആണ് വരിക. അതായത് നിലവിൽ ശരിക്കും എന്താ, ഈ സൈക്കിള് റോഡുമായിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, അവിടെ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ 0 ജൂളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. റോഡ് സൈക്കിളിന്റെ മുകളിൽ പെർഫോം ചെയ്യുന്നത് -1000 ജൂളും സൈക്കിള് റോഡിന്റെ മോള് ചെയ്യുന്നത് എത്രയാണ്? അത് ഒരു വർക്കും ചെയ്യുന്നില്ല, അത് 0 ജൂളാണ്. അടുത്ത് നോക്കൂ. വിച്ച് റിക്വയർസ് മോർ ഫ്യൂവൽ, എ വോയേജ് ഫ്രം ദ എർത്ത് ടു ദ മൂൺ ഓർ എ വോയേജ് ഫ്രം ദ മൂൺ ടു എർത്ത്? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാനാണോ, ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലോട്ട് പോകാനാണോ കൂടുതൽ ഫ്യൂവൽ വേണ്ടത്? ഏതിനായിരിക്കും? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലോട്ട് പോകാനല്ലേ. കാരണം എന്താ, ഇവിടെ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി കൂടുതലാണ്, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മറികടന്ന് എസ്കേപ്പ് വെലോസിറ്റി മറികടന്ന് പോകണല്ലോ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ എനർജി ഇവിടെ ആവശ്യം, അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂവൽ ഇവിടെ ആവശ്യമാണ്. അതേസമയം ചന്ദ്രനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ എന്താ, ജിയുടെ വാല്യൂ കുറവാണ്, അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി അവിടെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ കൂടുതൽ ഫ്യൂവൽ വേണ്ടി വരിക ഏതാണ്? വോയേജ് ഫ്രം എർത്ത് ടു മൂൺ, എർത്തിൽ നിന്ന് ഭൂമിയിലോട്ട് പോകുന്നതിനാണ് കൂടുതൽ ഫ്യൂവൽ ആവശ്യമുള്ളത്. ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതാണ്, സെക്രട്ടറി ടെസ്റ്റിങ്ങിന്റെ ഇതും കഴിഞ്ഞതൊക്കെ. ഓക്കെ അല്ലേ? അത് നമ്മള് ഇതുവരെ ഡിസ്കസ് ചെയ്ത് നോക്കുക.
എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ന്യൂട്ടൺസ് ലോന്റെ ആപ്ലിക്കേഷൻസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കാര്യം പ്രോബ്ലം വന്നിട്ടുണ്ട്. ഫ്രിക്ഷന്റെ വന്നു. പിന്നെ പിന്നെ ആ കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ റേഞ്ച് കാണാനുള്ള ഇല്ലേ, എന്താണ്, ഓക്കെ. പിന്നെ വന്നിട്ടുള്ളത് റിലേറ്റിവിറ്റിന്റെ ലെങ്ത് കോൺട്രാക്ഷനും അതുപോലെ ടൈം ഡൈലേഷൻ, അതിന്റെ ആപ്ലിക്കേഷനിലെ ഒരു ചോദ്യം വന്നു. പ്രോബ്ലംസ് വന്നു. പിന്നെ ഡോപ്പർ എഫക്റ്റിന്റെ വന്നിട്ടുണ്ട്. അതെന്തായാലും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഗലീലിയൻ ഇൻവേരിയൻസ് അല്ലെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് നോക്കുക. പിന്നെ ആ കൺസർവേഷൻ, ആംഗുലർ മൊമെന്റം കൺസർവേഷൻ, മൊമെന്റം കൺസർവേഷൻ, ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. എന്തായാലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.